എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇവിടെ എത്തിയ മീഡിയ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ആദ്യമായ നന്ദിയും സ്വാഗതവും ഒരുമിച്ച് അറിയിക്കുകയാണ്. ഈ വരുന്ന 20-ാം തീയതി റിലീസാവുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രസ് മീറ്റിലാണ് നമ്മളുള്ളത്. കൂടുതൽ കാര്യങ്ങൾ എനിക്കൊന്ന് എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് പറയാമെന്നാണ്. നമ്മൾ പറഞ്ഞ പോലെ ട്രെയിലറിലും മറ്റൊക്കെ കണ്ടതിന് മുമ്പൊക്കെ ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞതുപോലെ സുരാജേട്ടൻ്റെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ബിനു അഴിഞ്ഞാട്ടമാണ് എന്നുള്ളതാണ് ഏറ്റവും ചുരുക്കി പറയാനുള്ളത്. അതുപോലെ ഒരു 13 സിനിമകളിലൊക്കെ അഭിനയിച്ച സുരാജേട്ടൻ ആദ്യമായിട്ട് നിർമ്മിക്കാൻ പോകുന്ന സിനിമയാണ്. അപ്പോൾ തീർച്ചയായും സുരാജേട്ടൻ ആദ്യമായിട്ടൊരു സിനിമ നിർമ്മിക്കുമ്പോൾ ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്താൽ തീർച്ചയായും ഒരു പ്രത്യേകത ഉണ്ടാവും അല്ലേ? അപ്പം എന്താണ് ആ ഒരു പ്രത്യേകത? അത് ഇതിൻ്റെ ഉത്തരം പറയേണ്ടത് സുരാജേട്ടനാണ്. സുരാജേട്ടൻ വരും പറയുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ സുരാജേട്ടൻ ഇങ്ങനെ 250 അല്ലെങ്കിൽ 300 സിനിമ ചെയ്ത ഒരാൾ ഈ സിനിമ തിരഞ്ഞെടുക്കുന്നു, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ പ്രത്യേകത. അപ്പോൾ നല്ലൊരു ഗൈഡ് കൊടുക്കുക അല്ലേ സംവിധായകൻ ശ്രീ ആമീർ പള്ളിക്ക്. ഗുഡ് മോർണിംഗ്. വളരെയധികം സന്തോഷം. ഞങ്ങളിങ്ങനെ ഒരു കൊച്ചു സിനിമ ഞങ്ങൾ പ്രേക്ഷകരുടെ അടുത്ത് നല്ല രീതിയിൽ എത്തിക്കാനായിട്ടുള്ള എല്ലാവിധ ഡ്രാമകളും കളിക്കുക എന്നുള്ളത് സുരാജേട്ടൻ്റെ ഒരു ഐഡിയ ആണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഏതൊക്കെ വേഷത്തിൽ വന്നു കഴിഞ്ഞാലും ഈ പടത്തെ ആളുകളുടെ ഇടയിലേക്ക് നോട്ട് ചെയ്യിക്കുക. ഇങ്ങനെ ക്രിസ്മസിന് ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്, പല ഭാഷകളിലുള്ള സിനിമകൾ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒപ്പം വരുന്ന ഒരു സിനിമയാണ് ED എന്നുള്ള സിനിമ. അപ്പം ED എന്ന് പറയുന്ന കൊച്ചു സിനിമ ഒരിക്കലും നിരാശപ്പെടുത്തുന്നില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടിട്ടൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനത്തെയുള്ള കൊച്ചു കൊച്ചു ഡ്രാമയ്ക്കൊക്കെ മുതിർന്നത്. എനിവേ വളരെയധികം സന്തോഷം. സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ലാസ്റ്റ് പ്രൊമോഷൻ പരിപാടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ പ്രസ് മീറ്റ് എന്ന് പറയുന്നത്. സോ വളരെയധികം സന്തോഷം. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരെ എല്ലാവരും കൂടെ ഇതിൻ്റെ വിവിധതരം ഇൻ്റർവ്യൂകളും പ്രൊമോഷൻ പരിപാടികളിലെല്ലാം പോയി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പറ്റുന്ന ആർട്ടിസ്റ്റുകളെല്ലാം പോയി പങ്കെടുക്കുകയും ഞങ്ങളിങ്ങനെ ഒരു സിനിമ വരുന്നുണ്ടെന്നുള്ള ഒരു കാര്യം എല്ലാവരെയും മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രൊഡക്ഷൻ ഹൗസായ മാജിക് ഫ്രെയിംസിൻ്റെയും വിലാസിനി സിനിമാസിൻ്റെയും ഒരു തോന്നൽ. അത് ഞങ്ങൾ നല്ല രീതിയിൽ നിർവഹിച്ചിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ സിനിമ ARM എന്ന് പറയുന്ന സിനിമ ഒരു വലിയ ഹിറ്റായി മാറി, ഒരു വലിയ ക്യാൻവാസിലുള്ള സിനിമയാണ്. അപ്പോൾ ഈ ഒരു കൊച്ചു സിനിമ ഒരു വലിയ സിനിമയായി മാറുമെന്നുള്ള ഒരു പൂർണ്ണമായ ബോധ്യം ഞങ്ങൾക്ക് ഉള്ളിലുണ്ട്. ഇനി എല്ലാവരും സംസാരിക്കാനായിട്ടുണ്ട്. ഈ രാവിലെ ഇവിടെ വന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നന്ദി പറയുന്നു. താങ്ക് യു. സുരാജേട്ടാ നല്ല എക്സ്ട്രാ ഡീസന്റ് ആയിട്ടുണ്ടല്ലോ. അതെ, ഡീസന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിക്കണില്ല. അപ്പോൾ നമ്മളെല്ലാവരും കോട്ട് കിട്ടുകൊണ്ട് ഇന്ന് പോരാമെന്ന്. എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്വാഗതം, നന്ദി. രാവിലെ തന്നെ എത്തിയതിൽ പറഞ്ഞ പോലെ നേരത്തെ ആമീറിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ വിലാസിനി സിനിമാസും കൂടെ ചേർന്ന് നിർമ്മിക്കാനായിട്ട് ഒരു കാരണം. അത് ശരിക്കും ആമീർ വന്ന് ഈ കഥ എന്നോട് ഫസ്റ്റ് അതിൻ്റെ ഒരു ചെറിയൊരു രൂപം പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ കഥയും കഥാപാത്രവും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് പറയേണ്ടതാണെന്ന് തോന്നി. അപ്പോൾ തന്നെ ചോദിച്ചു പ്രൊഡ്യൂസർ കൂടെ ഉണ്ടോ? അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നിർമ്മിക്കുകയാണ്. എന്തായാലും വളരെ മനോഹരമായി വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. പിന്നെ സൈക്കോ ആണെന്ന് ചോദിച്ചു അല്ലേ? ഇത് സൈക്കോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. അതായത് ഓരോ മനുഷ്യരുടെയും ജീവിത സാഹചര്യമാണ് അവരുടെയൊക്കെ മാനസിക നില ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ സിനിമ കാണുമ്പോൾ ഇങ്ങനെ സൈക്കോ ആണെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. പിന്നെ ആരും പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ. പെർഫെക്റ്റ് മാൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഇല്ലല്ലോ. അതായത് എല്ലാ മനുഷ്യരിലും അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ഉണ്ട്. അതിൻ്റെ ഹൈ അല്ല, ചിലപ്പോൾ ലോ രൂപം എന്ന് പറയുന്ന വലിയ ഒരു വൃത്തികെട്ട അവസ്ഥയാണ്. ആ അവസ്ഥയെ ചിലപ്പോൾ നമുക്ക് സൈക്കോ എന്നൊക്കെ പറയാം, തോന്നിപ്പിക്കാം. എന്തായാലും ഈ സിനിമയിൽ പ്രൊഡ്യൂസറാണ്, അതുപോലെ നായകനാണ്. ഏത് റോളാണ് എളുപ്പം? എനിക്ക് എളുപ്പം ആക്ടിങ് തന്നെയാണ്. മറ്റത് ഞാൻ നോക്കേണ്ടി വന്നില്ല. ഞാൻ പയ്യനെ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ. അപ്പൊ എന്തായാലും സുരാജേട്ടൻ്റെ ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സൈക്കോ ബിനു അത് എന്താണ്? സൈക്കോ എന്ന് തോന്നിപ്പിക്കുന്ന ബിനു എന്താണ് ബിനുവിന്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ പറയുന്നത്. ആ ഒരു ജീവിത സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ ആളുടെ മാനസിക മാറുന്ന സമയത്ത് സൈക്കോ ആണെന്ന് തോന്നാം എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ സോഡ കുപ്പി കണ്ണടയൊക്കെ വെച്ച് അതെ, ഗെറ്റപ്പ് എല്ലാം പുതിയ ഗെറ്റപ്പാണ്. പിന്നെന്താ, ഒരു 2 അപ്പിയറൻസ് ഉണ്ട്, നിങ്ങൾ അതിൽ കണ്ടുപോലെ തന്നെയാണ്. പിന്നെ മനോഹരങ്ങളായ പാട്ടുണ്ട്, ഒരു 6 പാട്ടുണ്ട്.
2 ബിഗ് സോങ് ആണ്. 4 എണ്ണം മുഴുനീളമായിട്ടുണ്ട്. ഭയങ്കര രസമുള്ളതാണ്. അങ്കിത് മേനോൻ തകർത്തിട്ടുണ്ട്. താങ്ക് യു അങ്കിത്. താങ്ക് യു. വേറെന്താ, ഇതിൻ്റെ കഥ കൂടുതൽ പറയാൻ പറ്റില്ല. ശരിക്കും ഒരു കുടുംബത്തിൽ നടക്കുന്ന പറഞ്ഞ പോലെ ഉള്ള ഒരു കഥയാണ്. അത് സിറ്റുവേഷൻ വൈസ് ഉള്ള ഹ്യൂമറാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ സിനിമ കാണുമ്പോൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. അവസാനം നിങ്ങൾ ചിരിച്ച് ഹാപ്പി ആയിട്ടായിരിക്കും ഇറങ്ങുന്നത്. അപ്പോൾ ഈ ക്രിസ്മസ് നമ്മുടെ ബിനുവും ഫാമിലിയും കൊണ്ടുപോകും തന്നെ വിശ്വസിക്കാം അല്ലേ? തീർച്ചയായിട്ടും. ഈ എക്സ്ട്രാ ഡീസൻറ്റുകൾ അല്ല, അത് നിങ്ങൾ ഇഷ്ടപ്പെടണം. നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരോടും പറയുക. അതാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി. അപ്പോൾ താങ്ക് യു. താങ്ക് യു വെരി മച്ച് സുരാജേട്ടാ. ഗ്രേസിന് എനിക്കൊരു നേരത്തെ പറഞ്ഞിരുന്നു സൈക്കോ ഒന്നും പറയരുതെന്ന്, എങ്കിലും അതുപോലത്തെ ക്യാരക്ടേഴ്സിന്റെ കൂടെ അഭിനയിച്ച് അത്യാവശ്യം നല്ലൊരു പരിചയം തോന്നുന്നു അല്ലെ? നമ്മുടെ ആസ്ഥാന സൈക്കോ ആയ ഷമ്മിയിൽ നിന്ന് തുടങ്ങി അല്ലെ? എന്താണ് ഈ ക്യാരക്ടറിനെ കുറിച്ച്? എന്തോ സൈക്കോ കഥാപാത്രങ്ങളെ കാസ്റ്റ് ചെയ്യുമ്പോൾ എന്നെ അതിലേക്ക് കൊണ്ടിടുന്നത് ഒരു ശീലമായി എന്ന് തോന്നുന്നു. ഇപ്പോൾ ഇല്ല, അങ്ങനെയല്ല. സുരേട്ടൻ പറഞ്ഞത് ശരിയാണ്. ഇതിനെ അങ്ങനെ നമുക്ക് സൈക്കോ എന്ന് വിളിക്കാൻ പറ്റില്ല. അത് അയാളുടെ ഒരു ക്യാരക്ടറിന്റെ ഭാഗമാണ്. എല്ലാവരുടെയും അതെ, പക്ഷേ ഇത് കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ ഷമ്മി കാണുന്ന പോലെയൊന്നുമല്ല. സുരാജേട്ടൻ്റെ കൂടെ ഞാനിത് 2ാമത്തെ പടമാണ്. നാഗേന്ദ്രൻസിലാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തത്. ലിസ്നേട്ടൻ്റെ കൂടെ ഡീസൻ്റ് ആയിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ എന്തോ പോലെ കല്യാണത്തിന് പോലും അതെ, നമ്മളിങ്ങനെ വന്ന് ഈ ഇത്രയും ഇങ്ങനെ ഇരിക്കുന്നതിൽ ഈ വൃത്തികേട് കാണുമ്പോൾ നമ്മുടെ വൃത്തികേട് ഒന്നുമല്ല. ഇത് ലിസിൻചേട്ടന്റെ ഐഡിയ ആയിപ്പോയി. ഒന്നും പറയാൻ പറ്റില്ല. പ്രൊഡ്യൂസർ ഞാൻ വാങ്ങിയായിരുന്നു, ചോദിച്ചു മേടിച്ചായിരുന്നു. അതെ, എനിക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മളെ കണക്കൊന്നും തീർത്തില്ല. 20-ാം തീയതി കഴിയട്ടെ സുരേട്ടാ. അതാ ഞാൻ പ്രൊഡ്യൂസറിന്റെ ഐഡിയ ആയിപ്പോയി. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഇടണമെന്ന് പറഞ്ഞാൽ പോട്ടിടണം, അത്രേ ഉള്ളൂ. ഗ്രേസ് നല്ല എക്സ്ട്രാ ഡീസന്റ് ആയിട്ടല്ലേ? ആണോ? ആണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എനിവേ, അമീർക്കയാണ് എന്നെ പടത്തിലേക്ക് വിളിക്കുന്നത്. ഞാൻ അമീർക്കയുടെ കൂടെ ഹലാൽ ലവ് സ്റ്റോറി വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഡയറക്ഷൻ ടീമിലുണ്ടായിരുന്നു അമീർക്ക. ഇതിന്റെ റൈറ്റർ ആസിഫ് കെയും അതിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ഗ്രോത്ത് അതിന്റെ കൂടെ വീണ്ടും ഭാഗമാകാൻ പറ്റിയത് ആക്ച്വലി. ക്യാരക്ടർ ഞാൻ സുരാജേട്ടൻ്റെ സിസ്റ്ററായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പം ഭാര്യയിൽ നിന്നും സിസ്റ്ററിലേക്കാണ് ഇപ്പോൾ. നാഗേന്ദ്രനിൽ വൈഫായിരുന്നല്ലോ, ഇപ്പൊ സിസ്റ്ററായിട്ടാണ് ഇതിൽ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത്. കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. താങ്ക് യു വെരി മച്ച്. എന്താണ് ഈ ക്യാരക്ടറിനെ കുറിച്ച് പറയാനുള്ള, സിനിമയെ കുറിച്ച് പറയാനുള്ള? ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ 2ാമത്തെ പ്രസ് മീറ്റാണ് തോന്നുന്നു. പ്രേമലു കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ വരുന്ന ഒരു മേജർ റിലീസും കൂടെയാണ്. ഈ പറഞ്ഞ പോലെ അമരനാണ് വന്നത്. അപ്പോൾ പ്രേമലു കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. എപ്പോഴും നമ്മളൊരു ഹിറ്റ് സിനിമയുടെ ഭാഗമായി കഴിഞ്ഞിട്ട് ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്ത് നമുക്കൊരു തുടക്കം കിട്ടുമ്പോൾ അടുത്തത് നീ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം ഭയങ്കരമായിട്ട് വരും. നമുക്കും ഭയങ്കര പ്രഷർ വരാറുണ്ട്. അപ്പം അങ്ങനെ ഈ കഥകളൊക്കെ കേട്ടിരിക്കുന്ന സമയത്താണ് ആമീർ ബ്രോ വന്നിട്ട് ഈ കഥ പറയുന്നത്. കഥ കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഹുക്കിംഗ് ആയിട്ട് തോന്നിയൊരു കഥയായിരുന്നു. അപ്പം എന്തായാലും ഇത് ചെയ്യണം എന്ന് തീരുമാനിച്ച് അങ്ങനെ വേറെ ചില പടങ്ങളുമായിട്ട് ക്ലാഷൊക്കെ വന്നെങ്കിലും ഞാൻ ഫൈനലി ഇത് തന്നെ അങ്ങ് ചാടി പിടിച്ചു. എനിക്കിത് ചെയ്യണം എന്നുള്ളൊരു, പ്രത്യേകിച്ച് സുരാജേട്ടൻ്റെ ഒരു പ്രൊഡക്ഷനായിരുന്നു. ക്രിസ്ത്യൻ ചേട്ടനെയും ഒരുമിച്ചുള്ള പ്രൊഡക്ഷനാണ്. പിന്നെ ഇപ്പം ഞാൻ വിനയ മാമിനൊക്കെ നമ്മൾ കൊച്ചിയിലെ മണിച്ചിത്രത്താഴ് കണ്ടപ്പോൾ മുതൽ നമ്മൾ അഡ്മയർ ചെയ്യുന്നൊരു ആക്ട്രസ്സാണ്. പിന്നെ ഗ്രേസ് ആണെങ്കിലും സുരാജേട്ടനാണെങ്കിലും ഞാൻ സുരാജേട്ടൻ ഫാൻ ബോയ് ആണ്. ഞാൻ ചെറുതിലെ ഈ പറഞ്ഞ പോലെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മിമിക്രിയൊക്കെ ചെയ്താണ് തുടങ്ങിയത്. അന്ന് സുരാജേട്ടൻ്റെ ഷോസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇൻസ്പയർഡ് ആയിട്ട് ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് കയറുന്നത്. അപ്പോൾ ആ ഒരു ഭാഗ്യം കിട്ടി. സുരാജേട്ടൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിലും ഒരു നല്ല റോളിൽ എന്നെ വിളിച്ചില്ല. താങ്ക് യു സോ മച്ച് സുരാജേട്ടാ. അപ്പോൾ 20-ാം തീയതിയാണ് റിലീസ്. 20-ാം തീയതിയാണ് എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ താങ്ക് യു ചേട്ടാ. ബർത്ത്ഡേക്ക് സ്വന്തമായിട്ട് റിലീസുള്ള നടൻ എന്നുള്ളൊരു റെക്കോർഡും കൂടെ അങ്ങനെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. എനിക്ക് തോന്നുന്നു ഫാമിലിയായിട്ട് വന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ട് ആസ്വദിക്കാൻ പറ്റിയൊരു സിനിമയാണ്. എല്ലാവരുടെയും നല്ല പെർഫോമൻസ് ഉണ്ട്. പ്രത്യേകിച്ച് സുരാജേട്ടൻ്റെ പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും സുരാജേട്ടൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. വിനീതേട്ടൻ, സുധീറേട്ടൻ എല്ലാവരും ഉണ്ട്. വിനീതേട്ടനും ഞാനുമായിട്ടുള്ള കുറേ നല്ല പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ തിയേറ്ററിൽ കാണുക. എന്നിട്ട് 20-ാം തീയതി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലും നമ്മുടെ പേഴ്സണൽ ഇൻബോക്സിലൊക്കെ പറഞ്ഞ് നമ്മളെ അറിയിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരോടും പറയുക, കാണാൻ പറയുക. താങ്ക് യു സോ മച്ച്. അഭിനയിക്കുന്ന പടങ്ങളൊക്കെ 100 കോടി 200 കോടി പോവാം. പ്രേമലു 100 കോടി, അമരൻ 200 കോടി. അപ്പൊ അതുകൊണ്ടാണ് എന്നെ കാസ്റ്റ് ചെയ്തതെന്ന് സുരാജേട്ടൻ പറഞ്ഞു. അവനെ വിളിച്ചോ.
ലക്കി സ്റ്റാർ ആണല്ലേ. ആ അതെ അതെ അതെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാന്താര പോലെ ഒരു പാൻ ഇന്ത്യൻ ഹിറ്റ് ആവാനുള്ള ചാൻസ് ഇടിക്കുന്നുണ്ട്. അത് എപ്പോ മുതലാ തോന്നി തുടങ്ങിയത്? അല്ല, ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ തോന്നിയത്. പിന്നെ ആകെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ സുരാജേട്ടനെ വെച്ചിട്ടാണ് നമ്മളൊരു വലിയ റിസ്ക് എടുക്കുന്നത് എന്നുള്ളൊരു സംഭവമുള്ളൂ. അത് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഒരു കാന്താര ഭാഗ്യമായിട്ട് കണക്കാക്കാം. ഓക്കെ, ബാക്കിയെല്ലാം കയ്യിൽ നിന്ന് പൈസ പോയിട്ടുണ്ടോ? അല്ലല്ല, ഈ സിനിമയുടെ ഒരു കണ്ടന്റ്, ഒരു മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് എല്ലാ ലാംഗ്വേജിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ കാന്താര എന്ന് പറയുന്ന സിനിമ ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മൾ ആദ്യം 4 സ്ക്രീനിൽ മാത്രമേ ഉള്ളൂ റിലീസ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് 150, 250, 350 ഇവിടെ ഒരു വലിയ ഷെയർ വന്ന ഒരു സിനിമയായി, ഗ്ലോബലി അതൊരു വലിയ ഷെയർ വന്ന സിനിമയായി മാറി. അപ്പം അതൊക്കെ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ സിനിമകൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് ഇത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പം എല്ലാ സിനിമകളും നമ്മളിങ്ങനെ സിനിമകൾ നിർമ്മിക്കുമ്പോൾ നമ്മുടെ അതിൻ്റെ ഒരു ഭാഗമാണ് പ്രൊമോഷൻ കൊടുക്കുക, അതിൻ്റെ ഇൻ്റർവ്യൂസ് കൊടുക്കുക എന്നുള്ളത്. അപ്പം അന്നേരം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മുടെ രീതിയിൽ നമ്മുടെ മനസ്സിൽ എന്താണോ അപ്പോൾ ആ ഒരു ഉത്തരവായിട്ട് വരുന്നത് അത് നമ്മൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. സോ അന്ന് നമ്മളോട് അങ്ങനെ ചോദിച്ചു, നമ്മൾ നമ്മുടെ പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. എന്തായാലും 100 കോടി 200 കോടി മിനിമം അടിക്കുന്ന ഒരാൾ കൂടി ഉണ്ടല്ലോ അല്ലെ നമ്മുടെ ഒപ്പം. ഈ IMDb റേറ്റ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോ മാർക്ക് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോ മാർക്ക് ഒരു വെല്ലുവിളിയാണെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, മാർക്കോ ഫസ്റ്റ് ഷോയ്ക്ക് കണ്ടിട്ട് ഇത് സെക്കൻഡ് ഷോയ്ക്ക് കണ്ടാലും മതി. അങ്ങനെയുള്ളപ്പം മാർക്കോയ്ക്ക് അങ്ങനെ ഒരു റേറ്റിംഗ് ഉള്ള സ്ഥിതിക്ക് മോർണിംഗ് ഷോ അത് കണ്ടിട്ട് നമുക്കൊരു മാറ്റിനി പോലെ കിട്ടിയാലും മതി. അതെ, സുരായിട്ട് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ സൈക്കോ അല്ല, സൈക്കോ എന്ന് പറയണ്ട എന്ന് പറയുമ്പോഴും സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത് പല പ്രേക്ഷകർക്ക് പല രീതിക്കായിരിക്കുമല്ലോ. പക്ഷെ എനിക്ക് ഈ സിനിമ ഇപ്പോൾ എവിടെയൊന്നും കുറേ നേരം ട്രെയിലർ കണ്ടു. നിങ്ങൾ വരാൻ താമസിച്ചപ്പോൾ അത് തന്നെ ഇട്ട് ഞങ്ങൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. വൈകിയപ്പോഴേ കണ്ടു കസേര എടുത്ത് അടിക്കുന്ന ഒരു സീനുണ്ടോ, അത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. ഇത്തരം സീനുകൾ ചെയ്യുമ്പോൾ ആ ഡയറക്ടർ പറയുന്ന സീൻ ചെയ്യുന്നു എന്നുള്ള അത്തരം സീനുകൾ ചെയ്യുമ്പോൾ സുരാജേട്ടന് മനസ്സിൽ തോന്നി എന്തായിരുന്നു ആ ഒരു സീൻ ചെയ്യുന്ന സമയത്ത്? ആ ക്യാരക്ടറായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. പരമാവധി ആ ക്യാരക്ടറായിട്ട് നിൽക്കാനായിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഈ സിനിമയിൽ എത്ര അഴിഞ്ഞാട്ടം ഉണ്ടാവും? സിനിമയിൽ ഉടനീളം അഴിഞ്ഞാട്ടമാണ് എല്ലാ സീനും. അതായത് ഈ സിനിമ ഒരു നിങ്ങളെ ഒരു 2 മണിക്കൂർ ഫുൾ എൻഗേജിലായിരിക്കും. നിങ്ങൾ കണ്ടുകൊണ്ട് നല്ല എൻഗേജ്ഡ് ആയിട്ടുള്ള മുഹൂർത്തങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. എൻഗേജിങ് ആയിരിക്കുക എന്നുള്ളതാണല്ലോ. അത് നിങ്ങൾ 2 മണിക്കൂർ ഉറപ്പായിട്ട് എൻഗേജ് ചെയ്യും. സുരാജേട്ടനാണെങ്കിലും ശരി, ലിസ്റ്റിനാണ് എല്ലാ ഇന്റർവ്യൂവിലും പറയുന്നത് ഈ സിനിമ വളരെയധികം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പ് തന്നെ തരാം. നിങ്ങൾ ഇങ്ങനെ ഇത്തരം ഉറപ്പ് തന്ന ഒരു സിനിമ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. ഞാൻ സുരാജേട്ടനെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അത്രയും ഉറപ്പ് തരാൻ അങ്ങനെയല്ല. ഇപ്പൊ ഹൈദർ അലിയുടെ ഇന്റർവ്യൂ, ഹൈദർ അലിയുടെ പെരുമാറ്റങ്ങൾ, ചോദ്യമൊക്കെ കാണുമ്പോൾ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഇത് കാണുന്നവർക്ക് തോന്നി ഇവണ്ട് ഒരു ഇടി കൊടുക്കാതെ രക്ഷയില്ലെന്ന് തോന്നുമല്ലോ. പലർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. കാര്യം എന്താണെന്ന് വെച്ചാൽ സുരാജിന്റെ ആക്ടിവിറ്റീസ് കാട്ടുമ്പോൾ ഇവന്റ് പിടിച്ചോർന്ന് കൊടുക്കാൻ നമുക്ക് തോന്നും. ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു സൈക്കോ, ഒരു ക്യാരക്ടർ ചേഞ്ച് ഉണ്ടല്ലോ, അതാണ് ഈ സിനിമ. ഞാൻ ഇവിടെ ഉണ്ട്. അല്ല, അപ്പം ഞാനും സുരാജ് ഒരേ കാറ്റഗറിയിലാണോ? അങ്ങനെയല്ല, എല്ലാം ആരും പെർഫെക്റ്റ് അല്ല. എല്ലാ മനുഷ്യരിലും സൈക്കോ ഉണ്ട്. അത് സാഹചര്യത്തിനനുസരിച്ചിട്ടാണ്. അതങ്ങനെ വരുമ്പോൾ നമുക്ക് കണ്ടു നിൽക്കുന്നവർക്ക് ഇത് എന്ത് സൈക്കോടെ ഇത് അങ്ങനെ തോന്നുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട്. ഹൈദർ അലി ഇന്നാല് ഡാൻസ് കാട്ടി, ഇതെല്ലാം പ്രേക്ഷകർ കാണേണ്ട വന്നില്ലേ? എന്തെല്ലാം പാട്ട് പാടുന്നു, തുള്ളുന്നു, ഇതെല്ലാം കാണികൾ കണ്ടുകൊണ്ടിട്ടിരിക്കുകയാണല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയ ലിസ്റ്റിലും ഒരു സൈക്കോ ഉണ്ട്. അതാണ് ഈ വേഷത്തിൽ നിർത്തിയിരിക്കുന്നത്. വേഷം ഇതിനൊന്നൊരു ഞാൻ ഇതിന്റെ ടൈറ്റിലിനോട് നീതി പുലർത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ മാത്രമാണ് കുറച്ചുകൂടെ എക്സ്ട്രാ ഡീസന്റ്. ഇപ്പൊ ഗ്രേസ് ഒക്കെ ഇട്ടേക്കുന്ന കണ്ടില്ലേ? ഇതെന്ത് പറ്റി എന്നുള്ളതാണ്. എന്താ ഇങ്ങനെ ഗ്രേസ് ശരിക്കും ഒന്ന് കോട്ടിടുന്നതുകൊണ്ട് ഈ പബ്ലിസിറ്റിക്ക് ഇതിന് തന്നെ വന്നത്. നമ്മളോട് പറഞ്ഞതാ മറ്റേ പ്രൊമോഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും വിളിക്കരുത്, ഇന്ന് കോട്ടിടാലോ. ചേട്ടാ ഇപ്പൊ അഡിയോസ് അമിഗോസിന് ശേഷം അഡിയോസ് അമിഗോസിന് ശേഷം ചേട്ടന്റെ പടങ്ങളൊക്കെ നോക്കുമ്പോൾ ഇച്ചിരി സ്റ്റൈലിഷ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. അതും ചെയ്യണ്ടേ? അല്ല, ചെയ്യണം. ഇപ്പം മുറയ്ക്കകത്താണെങ്കിലും അതിലെ പ്രൊമോ സോങ്ങിൽ നോക്കി കഴിഞ്ഞാലും EDയിലെ പ്രൊമോ സോങ്ങിലാണെങ്കിലും ഇച്ചിരി ഭയങ്കര ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആണ്.
ഇത് ഇവഞ്ച്വലി ഉണ്ടായ ഒരു മാറ്റമാണോ അതോ അല്ലെങ്കിൽ ബോധപൂർവം അങ്ങനെ ഒരു അതിലേക്ക് മാറിയതാണോ? ഇല്ല, ഇത് ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന് മാത്രം, അല്ലാതെ ബോധപൂർവം ഇങ്ങനെ ഒരു സംഭവം വേണം എന്ന് ഉദ്ദേശിച്ചിട്ടില്ല. ഇതില് ഫെജോയുടെ സോങ്ങിലാണെങ്കിലും സുരേഷിന് കുറെ ഡാൻസ് മൂവ്സ് നമുക്ക് കാണാൻ പറ്റി. അപ്പൊ അതൊക്കെ എങ്ങനെ എത്രത്തോളം പ്രയാസകരമായിരുന്നു? അതെല്ലാം അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ആ ഡാൻസ് മാസ്റ്ററോട് തന്നെ ചോദിക്കണം. ഒറ്റത്തുള്ള സൈക്കിളായിരുന്നു സത്യം. കണ്ടില്ല, എനർജി കണ്ടില്ലേ? അങ്ങനെ ചെയ്യിപ്പിച്ച് അദ്ദേഹം വിടും, അദ്ദേഹം പറ്റും. ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. വിക്രമിന്റെ കൂടെ ഞാൻ അതിലും വലുതാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. നിങ്ങൾ പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു പറയില്ല, ഞാൻ അതുക്ക് മേലെ എന്നാണ് എൻ്റെ വിശ്വാസം. തിരുത്തില്ലേ, എന്നെ അങ്ങനെ കാണല്ലേ. അല്ല, വിക്രമിന്റെ കൂടെയുള്ള അപ്ഡേറ്റ് എന്താണ്? അപ്ഡേറ്റ് അത് ജാനുവരിയിലാണ് വീര ധീര ശൂര റിലീസ്. നല്ല രസകരമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ അപ്ഡേഷനൊക്കെ ഇനിയിപ്പോൾ ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വരും. ലിസിൻ ചേട്ടനൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടു, അതായത് 4 മണിക്ക് ED ഷോ വെക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. 4 മണിക്ക് വെക്കുന്നുണ്ടോ? 4 മണിക്ക് വച്ചാൽ കൊള്ളാന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ നമ്മൾ തന്നെ മനസ്സിലാക്കി അത് കുടുംബം മാത്രമേ കാണൂ. അവനും രാവിലെ വിളിച്ച് ഉണർത്തിക്കൊണ്ട് വരുന്നതിൻ്റെ ദേഷ്യവും മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞു, ഞാൻ പിള്ളേരെ സ്കൂളിൽ വിടാൻ സമയത്ത് അങ്ങേരടാ അങ്ങനെ. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരും. എങ്ങനെ ആ വ്യവസ്ഥയല്ല, 4 മണിക്ക് നമ്മുടെ ഷോ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. 4 PM വൈകിട്ട് 4 മണിക്ക്. വൈകുന്നേരം, അതെ, വൈകുന്നേരം 4. നമുക്ക് അതിന് ശേഷമുള്ള ഷോ മതി. അതുവരെ നമ്മൾ ഇറങ്ങിയ എല്ലാ സിനിമകളും കാണും. അല്ലു അർജുൻ, വിജയ് പോലെയുള്ള താരങ്ങളൊക്കെ വെളുപ്പിന് 4 മണിക്കും സുരാജ് പോലെയുള്ള ആർട്ടിസ്റ്റുകൾ വൈകുന്നേരം 4 മണിക്കും ഷോ വെക്കുന്നതാണ്. അത് സുരാജ് ചേട്ടന് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. സുരാജേട്ടാ, ഈ ലൈഫിൽ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ നമ്മൾ എക്സ്ട്രാ ഡീസൻ്റ് ആയിട്ട് നടക്കാറുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ എക്സ്ട്രാ ഡീസൻ്റ് എന്നുള്ളൊരു പേരും അതുപോലെ ഈ കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും റെഫർ ചെയ്തിട്ടുണ്ടോ? ഡയറക്ടർ പുള്ളിയുടെ ആത്മകഥയാണിത്, പുള്ളിയുടെ നമ്മുടെ തിരക്കഥാകൃത്തിൻ്റെ. അതാണ് യഥാർത്ഥ സൈക്കോ, ഇതിൻ്റെ എഴുത്തുകാരനാണ്. അപ്പോൾ ഇവരുടെ ആത്മകഥ അവർ തന്നെ വിവരിച്ച് തരുമ്പോൾ നമ്മൾ ഈസി ആയിട്ട് അതിലേക്ക് കയറാനും പറ്റി. കണ്ടുകൊണ്ടിരിക്കല്ലേ. ഫസ്റ്റ് പ്രൊഡക്ഷനിലെ ഫസ്റ്റ് പടം എന്ന് പറയുമ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആക്ടറാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പടം തന്നെ ചെയ്യാൻ കാരണമുള്ളത്? ആദ്യത്തെ പടം എന്ന് പറയുന്ന സാധനം എപ്പോഴും ഒരു ലോക്കാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെയ്യാൻ? വേണമെങ്കിൽ ഇതിനു മുമ്പ് പ്രൊഡക്ഷൻ പോലെ തുടങ്ങി ചെയ്യാമായിരുന്നു. പൈസ കിട്ടണോടെ ആദ്യം ചെയ്യാന്ന് കരുതി. അല്ല, അത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ കഥയും കഥാപാത്രം ഇതുവരെ വരാത്തൊരു സംഭവം, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത. എനിക്ക് ആ ക്യാരക്ടറും കഥയും ഭയങ്കര പുതുമയായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അതിൽ വരാനായിട്ട് കാരണം. ഇൻഡസ്ട്രിയിലെ ഒരു ടോക്ക് ഉണ്ട്, അപ്പോൾ ലിസ്റ്റിനാണ് പ്രൊഡ്യൂസർ എങ്കിൽ ലാഭം കൊയ്തേ പോകത്തുള്ളൊരു ടോക്ക് ഉണ്ട്. ഉണ്ട്, അത് കറക്റ്റാണ്. കാരണം കഥ കേൾക്കുന്നത് ഞാനാണ്. ഞാൻ കഥ കേട്ട് ഓക്കെ എല്ലാം പറഞ്ഞ്, സന്തോഷം എന്ന് പറയുന്ന പുള്ളിയുടെ കൂടെയുള്ള ആളാണ്. സന്തോഷേട്ടൻ്റെ ഞാൻ പറഞ്ഞൊരു കഥ കേട്ട്, ഞാൻ നല്ല കഥയൊക്കെ ഒന്ന് ഷെയർ ചെയ്യും. ഷെയർ ചെയ്തിട്ട് പുള്ളി ആ കഥയും കേട്ടിട്ട് ഉടനെ എന്നോട് പറഞ്ഞു, ഇത് ലിസ്റ്റിൻ സാറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഞാൻ പറഞ്ഞു, എടേ ഞാൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണത്. അല്ല, സാറിൻ്റെ കൂടെ വരും, അത് വേറൊരു ലെവലെത്തിക്കും എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ കണ്ടല്ലോ ലെവലെല്ലാം. പിന്നെ ഇപ്പോൾ ഞാൻ കാണുന്നത് 2 പ്രാവശ്യം. ഒന്ന് അതിൻ്റെ ഷൂട്ടിംഗ് തീരുന്ന ദിവസവും, പിന്നെ അതാണ്ട് ഈ പ്രസ് മീറ്റിംഗ് ഓഡിയോ ലോഞ്ചിനും കണ്ട് 3ാമത്തെ വട്ടം. കണക്കുകളൊക്കെ കറക്റ്റായിരുന്ന? അത് കണക്ക് കൂട്ടാൻ അറിയുന്ന ആള് കൂട്ടുമ്പോൾ കറക്റ്റ് ആവും. പക്ഷെ സുരാജ് കൂട്ടുമ്പോൾ എങ്ങനെയാണ്? ഇവരെങ്ങാനും പ്രൊഡക്ഷൻ കമ്പനിയിൽ ഇവൻ കണക്ക് കൂട്ടി തുടങ്ങിയിരുന്നെങ്കിൽ പഴയ റബ്ബർ ബോട്ടിൽ തന്നെയൊക്കെ തിരിച്ചു പോകേണ്ടി വന്നേനെ. സംഭവം അതിനൊക്കെ ലിസ്റ്റിന് ആളിനെ വെച്ചിട്ടുണ്ട്. കറക്റ്റ് പുള്ളിയുടെ കൂടെ കട്ടൊക്കെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ കണക്ക് ഇതുവരെ നോക്കിയിട്ടില്ല. ഒന്ന് റിലീസ് 20-ാം തീയതിയാണ്. നിങ്ങളെല്ലാവരും കൂടെ കണക്ക് നോക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണം. എനിവേ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടിട്ട് ഈ സിനിമ ഒരു വിജയമാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നലെ ആയിരുന്നു പടത്തിൻ്റെ സെൻസർ. ഞാൻ സെൻസർ ഓഫീസറുമായിട്ട് പോലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കര പോസിറ്റീവായിട്ട്, കാരണം നമ്മുടെ പല സിനിമകളും നമ്മൾ സംസാരിക്കാറുണ്ട്, പക്ഷെ അദ്ദേഹം വളരെയധികം പോസിറ്റീവായിട്ട് ഈ സിനിമ ഭയങ്കരമായിട്ട് എൻ്റർടൈനറാണ്. സിനിമ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മ്യൂസിക്കായിട്ട് എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. കൃഷ്ണ ഇതൊരു വിജയിക്കുന്ന സിനിമയായിട്ടാണ് നമുക്ക് തോന്നിയിരിക്കുന്നതെന്നാണ് അപ്പോൾ ഒരു പുറത്തുനിന്നുള്ള ഒരാൾ കണ്ടപ്പോൾ പറഞ്ഞത്. സിനിമയുടെ പല ആളുകളും കണ്ടിട്ടുണ്ട് കേട്ടോ, പല ആളുകളും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ അതിലൊക്കെ വിശ്വസിക്കുന്നു.
ലിസിൻ ചേട്ടാ, ചേട്ടനും പൃഥ്വിരാജും തമ്മിലുള്ള കോംബോ നമുക്കറിയാം. ഇത് എങ്ങനെയാണെന്നുള്ള ഒരു വൈബ് ഉണ്ട്, ആ ഒരു കെമിസ്ട്രി നമുക്കറിയാം. സുരാജേട്ടനുള്ള കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? നീ ഒരു പടം ഒരുമിച്ച് പിടിക്കാൻ നിൽക്കുമോ? അത് ഞാൻ ക്രിസ്ത്യാനിയാണ്. അപ്പം ഞങ്ങളുടെ ഈ പള്ളിയിൽ കുർബാന തീർന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്, വിസ്തീർണത്തിൻ്റെ ബലിവിടുമേ സുസ്തി. അപ്പോൾ അതിൻ്റെ അത് ചെന്ന് അവസാനിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനിയൊരു ബലി അർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാണ്. സോ 20-ാം തീയതി കഴിഞ്ഞ് അത് തീരുമാനിക്കും. ഇനി ഞങ്ങൾ തമ്മിൽ ഒരു സിനിമ ഒരുമിച്ചുണ്ടാവുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. രാജുവേട്ടനായിട്ട് ഇനിയൊരു അസോസിയേഷൻ എപ്പോഴാണ് ലിസിൻ ചേട്ടൻ? ഇപ്പോൾ അടുത്ത വർഷം ഞങ്ങളുടെ 2 സിനിമകളുണ്ട്. ജനഗണമന 2 അത് അതിൻ്റെ തിരക്കഥ പൂർത്തിയാകുമ്പോഴും. ഇപ്പൊ മലയാളികളെ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് സുരാജേട്ടനോടാണ്. മലയാളികൾ ഏറ്റവും കാത്തിരിക്കുന്നത് എമ്പുരാനാണ്. എമ്പുരാനിൽ ഒരു റോൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് സുരാജേട്ടന്. അതെല്ലാം മാർച്ച് 27-ാം തീയതി അറിയാം. ഞാനതിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇന്ന് കോട്ടിട്ട് നോക്കാം, അതിലും പരിഗണിച്ചിട്ട് അടുത്ത പരിപാടി ഇറക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതാണ് ഇതിൻ്റെ പബ്ലിസിറ്റിയുടെ ലാസ്റ്റ് പരിപാടി. അപ്പോൾ പറഞ്ഞു ഓക്കെ, ഉള്ളത് മതി, എല്ലാവരും പെട്ടെന്ന് തന്നെ വരും. അതൊക്കെ നല്ല ഐഡിയ ആയിട്ട് തോന്നി. നല്ല സാരിയൊക്കെ കൊടുത്ത് ഗംഭീരാക്കി വന്ന ലിസ്റ്റിൻ ചെന്ന് ഒരു പ്രൊഡ്യൂസറെ ചെന്നിട്ട് ഇല്ലേച്ചി ഇതല്ലെന്ന് പറഞ്ഞിട്ട് തട്ടിക്കൂട്ടി ഇവിടെ ഇരുന്ന കോട്ട് ഇപ്പോഴും അവരിങ്ങനെ ചൊറിയുന്നുണ്ട്. ലിസ്റ്റിൻ ഒരുത്തേ ഇത് എടുത്തോണ്ട് തന്നിട്ട് എന്റെ പറഞ്ഞ അറബിക്കഥയുടെ കോട്ടാണെന്ന് ചോദിച്ചു. ഡയറക്ടറിന്റെ അടുത്താണ് സിനിമ 20-ാം തീയതി ഇറങ്ങിയാണ്. താങ്കളുടെ പ്രതീക്ഷ വലുതാണ്. നേരത്തെ നമ്മൾ ഇന്റർവ്യൂ ചോദിച്ചോളാം എങ്ങനെയാണ് സുരാജിലേക്ക് കഥ എത്തിയും പിന്നെ സുരാജിൽ നിന്നും എങ്ങനെയാണ് ലിസ്റ്റിലേക്ക് എത്തിയെന്ന് പറഞ്ഞത്. അമിത പ്രതീക്ഷയോട് കൂടിയാണ് നമ്മളൊരു സിനിമ, നമ്മുടെ സിനിമയാണ്, നമുക്ക് ഒത്തിരി പ്രതീക്ഷ ഉണ്ടല്ലോ ഈ സബ്ജക്റ്റിൽ. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാണ് എന്നോട് എനിക്ക് തോന്നുന്നത് തമാശയ്ക്ക് പറയാൻ നിങ്ങളുടെ ജീവിതമെന്ന് പറഞ്ഞു, അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ട്? അതായത് അമിത പ്രതീക്ഷ എന്നുള്ളതല്ല, നമുക്കൊരു സിനിമ, എല്ലാ സിനിമകളിലും നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ഒരു സംവിധായകൻ്റെയും അതിൻ്റെ അണിയറ പ്രവർത്തകരുടെയും പ്രതീക്ഷ തന്നെയാണ്. അപ്പോൾ ഇത് നേരെ ഉത്തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ ജീവിതകഥ എന്നല്ല, എൻ്റെയും റൈറ്ററുടെയും അപ്പുറത്ത് നമുക്ക് ചുറ്റുപാടുമുള്ള, നമുക്ക് കണ്ടുപരിചയമുള്ള, ഇപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ പൈതൃക്കൻ എൻ്റെ അടുത്ത് പറയാൻ സാധ്യതയുണ്ട്, എടാ നീ പറഞ്ഞ കറക്റ്റാണ്, കാരണം ഇതിങ്ങനെ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാൻ തന്നെ ഇങ്ങനെയാണെന്ന് ചിലപ്പോൾ നിങ്ങൾ പറയും. ഞാൻ പറഞ്ഞ അപ്പോൾ എല്ലാവർക്കും നമുക്ക് കണ്ടുപരിചയമുള്ള, നമ്മുടെ ചുറ്റുപാടുള്ള, നമുക്ക് തൊട്ടപ്പുറത്തെ വീട്ടിലൊക്കെ ഉള്ള നമ്മുടെ കൂട്ടുകാർക്കിടയിലൊക്കെ പലപ്പോഴും നമ്മുടെ സംസാരത്തിൽ വരുന്ന തരത്തിലുള്ളൊരു ക്യാരക്ടറാണ് ബിനു. ആ ബിനുവിൻ്റെ കുടുംബം എങ്ങനെ, അപ്പോൾ ആ കുടുംബം എങ്ങനെയാണ് ബിനുവിനെ കൈകാര്യം ചെയ്യുന്നത്, ബിനു എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്യുന്നത്, എന്താണ് അതിനകത്തുള്ള, അതിനൊക്കെ നർമ്മത്തിൽ ചാലിച്ചിട്ടുള്ള രീതിയിലാണ് നമ്മൾ. പിന്നെ സിനിമ ഒരു ഡാർക്ക് ഹ്യൂമർ ജോണറാണ്, മലയാളത്തിൽ അങ്ങനെ കൂടുതൽ വന്നിട്ടില്ലാത്തൊരു ജോണറാണ് ഡാർക്ക് ഹ്യൂമർ. അപ്പോൾ ആ ഡാർക്ക് ഹ്യൂമറിനകത്ത് നമുക്ക് എത്രത്തോളം പൊലിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബിനു എന്ന ഒരു ക്യാരക്ടറെ ചുറ്റിപ്പറ്റിയാണ് ആ വീടും ഈ ഇരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഉള്ളത്. അപ്പോൾ ഈ കൊടുക്കൽ വാങ്ങലുകൾ ഇപ്പം ശ്യാമിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും വിനീത് തട്ടിലിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും ഗ്രേസിൻ്റെ ആണെങ്കിലും ചേച്ചിയുടെ ആണെങ്കിലും അല്ലെങ്കിൽ അച്ഛൻ സുധീർ കർമ്മ, ഇവരുടെ എല്ലാവരുടെയും പെർഫോമൻസ് നമുക്ക് സ്വാഭാവികമായിട്ട് എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ടല്ലോ എന്ന് തോന്നാനുള്ള പ്രധാന കാരണങ്ങൾ വെച്ചാൽ സുരാജേട്ടൻ്റെ ബിനു എന്നുള്ള ക്യാരക്ടർ അത്രയ്ക്കും അൾട്ടിമേറ്റ്ലി ആ രീതിയിലാണ് സുരാജേട്ടൻ അത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ക്യാരക്ടറിനോട് ചേർന്ന് നിൽക്കുക, ആ ക്യാരക്ടറിൻ്റെ ഇമോഷൻ വേരിയേഷൻസിനോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ചാലഞ്ചായിരുന്നു. ആ ചാലഞ്ച് അവർ വളരെ വൃത്തിയായി ചെയ്തു. അതെല്ലാവരിൽ നിന്നും അതിൻ്റെ പെർഫോമൻസ് മാക്സിമം എനിക്ക് എടുക്കാൻ പറ്റി. അതുകൊണ്ടാണ് ഇതിൻ്റെ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ സിനിമ കഴിഞ്ഞ് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അങ്കിതിൻ്റെ അടുത്ത് ഈ സ്ക്രിപ്റ്റ് ആദ്യം അങ്കിതിന് കൊടുത്തിരുന്നു. അപ്പോൾ അങ്കിത് വായിച്ചപ്പോൾ പറഞ്ഞു ബ്രോ അടിപൊളി പരിപാടിയാണ്, ചെയ്തു വരുമ്പോൾ അങ്ങനെയാണല്ലോ മ്യൂസിക് ഡയറക്ടർ പറയാം, ചെയ്തു വരുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അങ്കിതിൻ്റെ അടുത്ത് ഫസ്റ്റ് കമൻറ്റ് പറഞ്ഞാൽ ഞാൻ വായിച്ചതിനപ്പുറത്തേക്കാണ് ഇതിൻ്റെ റിസൾട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്കിതിൻ്റെ മ്യൂസിക് കൂടി ആകുമ്പോൾ അതിന് നമ്മളൊരു ഔട്ട് ഓഫ് ബോക്സ് സ്റ്റോറിയാണ്. അപ്പോൾ അതിൻ്റെ മ്യൂസിക്കൽ ട്രീറ്റ്മെൻറ്റും ഒരു ഔട്ട് ഓഫ് ബോക്സ് ജോണറിലാണ് അങ്കിത് അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവന് ഓവറോൾ എല്ലാം കൂടി വരുമ്പോൾ ഫൈനൽ മിക്സിങ് പരിപാടികളോട് കഴിയുമ്പോഴാണ് നമുക്കത് എങ്ങനെയാണ് എന്ന് പറയും. ഇപ്പോൾ ലിസ്റ്റും പറഞ്ഞ പോലെ ഇപ്പോൾ സെൻസർ ഓഫീസിനാണ് ഇപ്പോൾ ഞാൻ ഇന്നലെ പോയപ്പോഴും അവരുടെയൊക്കെ റെസ്പോൺസ് വളരെ പോസിറ്റീവായിരുന്നു. അപ്പോൾ നമുക്ക് ചുറ്റുപാടുമുള്ള, നമുക്ക് കണ്ടുപരിചയമുള്ള ബയോപിക് ഓഫ് എന്താ പറയുക മില്യൺ പീപ്പിൾ അല്ലെങ്കിൽ മില്യൺ ഹൗസ് ഹോൾഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു കഥയാണ് എ ഡി. അപ്പോൾ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം ഫണ്ണായതുകൊണ്ട് തന്നെ അതിലെല്ലാ സീനുകളിലും സിറ്റുവേഷൻ കോമഡികൾ ഉള്ളതുകൊണ്ട് തന്നെ ആ രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നതാണ് വിശ്വാസം. ഇപ്പൊ ഹിറ്റാണല്ലോ സോങ്, ഇനി ഇതിനകത്ത് വേറൊരു പാട്ടുണ്ടോ ഹിറ്റാവാൻ? ഹിറ്റായാൽ നല്ലതാ, പക്ഷേ വി ഹാവ് മെയ്ഡ് ഫ്യൂ സോങ്സ്, വെച്ചാൽ 5-6 പാട്ടുകളുണ്ട്. സിനിമയുടെ സ്റ്റോറി ടെല്ലിങ്ങിനെ സപ്പോർട്ട് ചെയ്ത് പോകുന്ന പാട്ടുകളാണ്.
പക്ഷെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇവർ കേട്ടപ്പോൾ ദേ ഫെൽറ്റ് ഈ സോങ്സ് പുറത്ത് വന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നൊരു പ്രതീക്ഷ ഉണ്ട്. പക്ഷേ ഇൻ മൈ പോയിന്റ് ഓഫ് വ്യൂ ആ സിനിമയിൽ വന്ന് പോകുമ്പോൾ ഐ തിങ്ക് യു ഹാവ് ടു എൻജോയ് ദ ഹോൾ പ്രോസസ് ഓഫ് വ്യൂയിങ് ദ ഫിലിം. അതിനുവേണ്ടി ചെയ്ത പാട്ടുകളാണ്. അതിൻ്റെ അല്ലാതെ അത് വർക്കൗട്ട് ആയാൽ അത്ര സന്തോഷം. ഓക്കെ, ഇതിനകത്ത് മോസ്റ്റ്ലി ഒരു റാപ്പ് സോങ്സ് അങ്ങനത്തെ ടൈപ്പ് ഓഫ് സോങ്സ് ആണോ ഉള്ളത് ഇനി വരാനുള്ള? എല്ലാം ജോണേഴ്സ് ഉണ്ട്. റാപ്പ് പ്രൊമോഷണൽ ട്രാക്ക് വാസ് എ മിക്സ്ചർ ഓഫ് വിജയലക്ഷ്മി ചേച്ചി പാടിയതും തിരുമാലിയുടെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു. 2 വോയിസസ് ഭയങ്കര ഇഷ്ടപ്പെട്ട വോയിസസ് ആണ്. അപ്പോൾ അവർ യൂസ് ചെയ്യാൻ പറ്റിയ ട്രാക്കിൽ അതിൻ്റെ ഒരു ഐ വാസ് എക്സൈറ്റഡ് ഫോർ ഇറ്റ്. പിന്നെ സിനിമയുടെ സ്റ്റോറി ടെല്ലിംഗ് ആ ഗ്രാഫ് മാറുന്നതനുസരിച്ച് ദ മ്യൂസിക് ഓഫ് ദ ഫിലിം ഇസ് ഓൾസോ ചേഞ്ച്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ജോണർ മാത്രമേ ഇനി അങ്ങോട്ട് പോകുള്ളൂ എന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും ആസ് എ മ്യൂസിക് ഡയറക്ടർ? ബിക്കോസ് ഇപ്പോൾ കുറേ മെലഡീസ് ഒക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പഴയ പാട്ടുകൾ, പഴയ നല്ല നല്ല പാട്ടുകൾ നമുക്കിപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ജോണർ മാത്രമായിരിക്കും ഇനി നമ്മുടെ പുതുതലമുറയ്ക്ക് ഇഷ്ടപ്പെടുള്ളൂ എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഈ സിനിമയ്ക്ക് ഡിമാൻഡ് എന്തായാലും ചെയ്ത് ആൻഡ് വി ഫെൽറ്റ് റൈറ്റ് അറ്റ് ദിസ്. ചിലപ്പോൾ ഇത് തന്നെ ഒരു വർഷം കഴിഞ്ഞാൽ ഞങ്ങൾ കാണുമ്പോൾ വേറെ രീതിക്ക് ചെയ്യാറുണ്ടെന്ന് തോന്നുമായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സെൻസിബിലിറ്റി വെച്ചിട്ട് വി തിങ്ക് ദിസ് സൂട്ട്സ് ദ ഫിലിം. എന്തായാലും തുടർന്നൊക്കെ ഹിറ്റ് ആവട്ടെ. അതുപോലെ ഡയറക്ടറിനോടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മുടെ ഫസ്റ്റ് മൂവി ആയിഷയിൽ വിദേശ നടിക്കുള്ള അവാർഡ് മേടിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ ഡെബ്യൂ ഡയറക്ടറിൻ്റെ അവാർഡ് കിട്ടി. ഈ എക്സ്ട്രാ ഡീസൻറ്റിൽ സുരാജ് ഏട്ടന് ഒരു അവാർഡ് മേടിച്ചു കൊടുക്കാൻ ഉള്ള പരിപാടിയാണോ? സുരാജേട്ടൻ അവാർഡ് വാങ്ങി കൊടുക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആയിഷയുടേത് ഫിലിം ക്രിറ്റിക്സ് അവാർഡായിരുന്നു രണ്ടും, മോണായ്ക്കും അതുപോലെ തന്നെ ഡെബ്യൂ ഡയറക്ടർക്കും ഉള്ളത്. സുരാജേട്ടൻ ഈ വർഷം ഈ സിനിമ അല്ലാതെ പേഴ്സണലി എനിക്ക് തോന്നുന്നു അതല്ലാതെയും ഗംഭീര പെർഫോമൻസുകൾ നടത്തിയ സിനിമകൾ ഇതിനു മുമ്പുണ്ട്. അതിൻ്റെ ആ പെർഫോമൻസിനേക്കാളും സുരാജേട്ടൻ ഇതുവരെ ചെയ്തിട്ടുള്ള ക്യാരക്ടറിനേക്കാളും ഒക്കെയും അതിനോടൊപ്പമോ അതിന് മുകളിലോ നിൽക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ബിനു. ആ അർത്ഥത്തിൽ നമ്മൾ പറയുന്നത് ശരിയല്ല, കാരണം അവാർഡൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളുമല്ല. പക്ഷേ സുരാജേട്ടനെ അവഗണിക്കാൻ പറ്റില്ല. ബിനു കൂടി വരുന്നതോട് കൂടിയിട്ട് സുരാജേട്ടൻ്റെ പരിപാടി ഒന്നുകൂടി ഹയർ ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചേട്ടാ വിനീത് തട്ടിൽ ചെയ്ത റോൾ ഇതിൽ എക്സ്ട്രാ ഡീസന്റ് ആണോ? വിനീത് ചേട്ടാ, എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് സനന്ദൻ എന്നാണ്. ബിനു എൻ്റെ ഫാമിലിക്ക് ഒരു ഭയങ്കര ബന്ധമുള്ളൊരു ആളാണ്. അങ്ങനെ ഡീസൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അത്ര ഡീസൻ്റ് അല്ലാതെ തോന്നുന്നു. ബാക്കി 2 ദിവസം കൂടെ ഉള്ളൂ, നമുക്ക് സ്ക്രീനിൽ കാണാം. താങ്ക് യു. സുരാജന്റെ രണ്ടാമത്തെ ഫിലിമാണ്. ഓൾറെഡി നിങ്ങൾ ഗംഭീരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ആ ഒരു എന്താ പറയുക റാമ്പോ ഉണ്ട്. വീണ്ടും ഈ സിനിമയിൽ ഒന്നിച്ചപ്പോൾ നിങ്ങൾ കഴിഞ്ഞിട്ട് എന്തെങ്കിലും രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ടോ? എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആണ്? ആ കയ്യിൽ നിന്ന് ഒരുപാട് ഇടാനുള്ള അവസരം തന്നിരുന്നു. നല്ല ഫ്രീഡം തന്നൊരു ഡയറക്ടറായിരുന്നു. എസ്പെഷ്യലി നമ്മൾ ഹ്യൂമർ, ഇത് ഡാർക്ക് ഹ്യൂമർ പരിപാടിയും കൂടെയാണ്. ഞാൻ സുരാജേട്ടൻ്റെ കൂടെ മുന്നേ വർക്ക് ചെയ്തത് നാഗേന്ദ്രൻസ് ആണ്. ഹ്യൂമർ ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന കോ ആക്ടർ നമ്മളെ എത്രത്തോളം നമ്മുടെ ക്യാരക്ടറും അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളത്. അത് സുരാജേട്ടൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ എങ്ങനെയാണ് സുരാജേട്ടനെ അതിനെ ആ ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതൊക്കെ നാഗേന്ദ്രൻസിൽ ഓൾറെഡി കണ്ട് എനിക്ക് പരിചയമുണ്ട്. അതിൽ ഞാൻ ഭാര്യയായിട്ടാണ് അഭിനയിച്ചത്. അതിലെനിക്ക് കിട്ടുന്ന ഫ്രീഡം വേറെയാണ് ആസ് എ ക്യാരക്ടർ. പക്ഷേ ഇതിൽ ഞാൻ സഹോദരിയായിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു നമ്മൾ നോർമലി ആസ് എ പേഴ്സൺ നമ്മൾ ഭാര്യ സംസാരിക്കുന്ന പോലെ അല്ലല്ലോ സഹോദരി സംസാരിക്കുക. അപ്പം അത് ഇതിനകത്ത് വരുമ്പം അതിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്. സുരാജേട്ടൻ നാഗേന്ദ്രൻസിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ മീറ്റർ താഴെയാണ്. ഇതിൽ ബിനുവിൻ്റെ ക്യാരക്ടർ ഈ ഇവിടെയുള്ള എല്ലാ ക്യാരക്ടറിനേക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു മീറ്ററാണ് ബിനുവിൻ്റെ ക്യാരക്ടറിന്. അപ്പം അങ്ങനെ ഒരുപാട് സിറ്റുവേഷനിലൂടെ പോകുന്ന ക്യാരക്ടറാണ്. അപ്പം എസ്പെഷ്യലി നമുക്ക് കൂടെ വരുന്ന ആക്ടർ നമ്മൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നു അതനുസരിച്ച് നമ്മുടെ ഓരോ ഷോട്ടുകൾ ബെറ്റർ ആവും, ഓരോ സീനുകൾ ബെറ്റർ ആവും, അങ്ങനെ സിനിമ ബെറ്റർ ആവും. എനിക്ക് സുരാജേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡയലോഗ്സും നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും പുള്ളി ഭയങ്കര അവെയറാണ്. ആ സീനിനെ മുഴുവൻ ഏതൊരു ആക്ടർ കൂടെ വന്നാലും അവർ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെയും പറ്റി പുള്ളി ചോദിച്ചറിയും. എല്ലാ കാര്യങ്ങളെയും പറ്റി തലേദിവസം ശ്യാമിനെയൊക്കെ തലേദിവസം വിളിച്ച് ഭീഷണിപ്പെടുത്തും, നാളെ എന്താണ് നീ ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എന്നെ പോസിറ്റീവ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻവോൾവ്മെന്റ് സുരാജേട്ടന് എസ്പെഷ്യലി ഈ സിനിമയിലുണ്ടായിരുന്നു. കാരണം പ്രൊഡ്യൂസറും കൂടെയാണല്ലോ നമ്മൾ. അങ്ങനെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പുള്ളിക്ക് ഒരു അവയർനെസ് ഉണ്ടാവണമല്ലോ. അപ്പം സുരാജേട്ടൻ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു ഈ സിനിമയിൽ. അതെല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്.
ഇതിൽ ഒരു ചിരിയുണ്ട്, അത് എന്തെങ്കിലും റെഫറൻസ് ആണോ അതോ എങ്ങനെയാണ് അത്? ഇല്ല, അത് ആ സമയത്ത് അങ്ങനെ അങ്ങ് വന്നു പോയതാ. പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് കാര്യം. അതെ അതെ അതെ, അത് ആ ക്യാരക്ടറിലായിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ഗെറ്റപ്പ് എല്ലാം ചെയ്ത് ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാൻ തന്നെ വെറുതെ ഒന്ന് ചിരിച്ചു. അത് കൊള്ളാലോ ഈ ചിരി. അപ്പോൾ അതേ ഗെറ്റപ്പിലാണ് നമ്മൾ ലൊക്കേഷനിലോട്ട് ഞാൻ കയറി പോകുന്നത്. അപ്പോൾ ആ ഗെറ്റപ്പ് ഇവരാരും കണ്ടിട്ടില്ല. അപ്പോൾ ചെന്നപ്പോഴും ഇവരുടെ റിയാക്ഷൻ അപ്പം അതൊരു ഞാൻ ചിരിച്ച് അതങ്ങനെ. അത് ഡയറക്ടർ പറഞ്ഞു അത് ഓക്കെയാണ്, പക്കയാന്ന് പറഞ്ഞു. സുരേട്ട, കഴിഞ്ഞിടയില് സലീം ചേട്ടന്റെ ഒരു ഇന്റർവ്യൂവിൽ കണ്ടതാണ്. ഈയിടെയായിട്ട് കാണുന്ന ഞാൻ കണ്ടില്ല. അല്ല, അഭിമുഖത്തെ ഉണ്ടായിരുന്നു. അതായത് ഈയിടെ ഇറങ്ങുന്ന ചിത്രങ്ങൾ മുഴുവൻ ശുദ്ധഹാസ്യയില്ല, അത് ചിരിച്ചിറങ്ങാൻ പറ്റുന്ന നല്ല പടങ്ങളില്ല, ശരിക്കും അത് മിസ് ചെയ്യുന്നുണ്ട് എന്ന്. താങ്കൾ ഇപ്പോൾ നല്ലൊരു ഹാസ്യ നടനാണ്, ഒരുപാട് ചിത്രങ്ങൾ മലയാളികൾക്ക് അങ്ങനെ സമ്മാനിച്ച ഒരു വലിയ നടനാണ്. ശരിക്കും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ നല്ലൊരു ഹാസ്യ ചിത്രം മലയാളത്തിൽ ഇപ്പോൾ വരുന്നില്ല എന്നുള്ളത്? അല്ല, സമീപകാലത്ത് ഇറങ്ങിയ ചില ഹാസ്യങ്ങളുണ്ട് ചിത്രത്തിൽ. എന്നാലും പഴയ പോലുള്ള ഒരു മുഴുനീള പാക്ക് സിനിമകൾ ഇപ്പോൾ കുറവാണ്. അത് കറക്റ്റാണ്. കാരണം എൻ്റെ അടുത്ത് വരുന്നതിൽ ദി ബെസ്റ്റാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇഷ്ടംപോലെ കഥ കേൾക്കുന്ന ആളാണ്. അപ്പോൾ നമുക്കറിയാം ഒരു നല്ലൊരു ഫൺ ആയിട്ടുള്ള ഒരു ഉഴുതു മറിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്ക്രിപ്റ്റുകൾ ഇപ്പോൾ വളരെ കുറവാണ് അത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വയലൻസ് ആണ് ഇച്ചിരൂടെ കോമഡിക്കാളും കൂടുതൽ ഓടുന്നത്. അതെ അതെ, ഇപ്പോൾ വയലൻസും അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ്. അതല്ല, അങ്ങനെ മാറി മാറി വരും. ഹ്യൂമറിന് എന്നും നിലനിൽപ്പുണ്ട്, അത് പ്രപഞ്ച സത്യമാണ്. ചിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. വിനയ് പ്രസാദ് മാഡത്തിന്റെ കഥാപാത്രത്തെ കുറിച്ച് പറയാം. ഏതാ? വിനയ് പ്രസാദ് മാഡം ചേച്ചിയുടെ എൻ്റെ അമ്മയാണ്. രണ്ടാമത്തെ പടത്തിലാണ് എൻ്റെ അമ്മ ക്യാരക്ടർ. നമസ്കാരം, പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കഥാപാത്രം ബിനുവിൻ്റെ അമ്മയാണ്. ബിനുവിനെ ഏറ്റവും സ്നേഹിക്കുന്ന അമ്മയാണ്, പക്ഷെ പ്രാക്ടിക്കൽ അമ്മയാണ്. അതെന്താണെന്ന് നിങ്ങൾ പടത്തിൽ കണ്ടോളൂ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ കോട്ട് ഇട്ടിരിക്കുന്ന ഈ സംഭവമില്ലേ, ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഈ കോട്ട് തരുമ്പം ഞാൻ പറഞ്ഞു, അയ്യോ ഈ സാരിക്ക് ഒട്ടും ചേരുന്നില്ലേ കോട്ട്, വേണ്ട 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 എന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രേസ് പറഞ്ഞു, അയ്യോ കോട്ട് വേണ്ട, കോട്ട് ഇടുന്ന പോലത്തെ ഡ്രസ്സല്ല ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ദിൽനയും പറഞ്ഞു, അയ്യോ കോട്ട് വേണ്ട കോട്ട് വേണ്ട. കോസ്റ്റ്യൂമർ ഇത് കൊണ്ടു തന്നപ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞത്. അപ്പോഴാണ് ഈ മുഴുവൻ ടീം കോട്ട് ഇട്ടിട്ട് റൂമിൽ കയറി വന്നിട്ട് ലിസ്റ്റിഞ്ചി പറയാൻ തുടങ്ങി. ഇത് നോക്കൂ, നമുക്കൊരു 10 മിനിറ്റ് ഒരു പോസാക്കാൻ വേണ്ടിയിട്ട് ഇതൊരു വാർത്തയാവും, ഇതാവും, സംഭവമാടും കേട്ടോ, ഇതൊന്ന് ഇടണം. അല്ല നോക്കൂ ഇതൊന്ന് ഇട്ട് നോക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഒരു 10 മിനിറ്റ് ഇട്ടിട്ട് ഒന്ന് മാറ്റിയാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ഞങ്ങളെ സമ്മതിപ്പിച്ച് ഇത് ഇടാനായിട്ട് നിർബന്ധിച്ചു. പക്ഷെ ഇതുവരെ ഇട്ടുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ കംഫർട്ടബിളായി. സോ ഇങ്ങനെ ഈ സമ്മതിപ്പിക്കാനുള്ള ഒരു കഴിവാണ് ലിസ്റ്റിൻജിക്ക് ഉള്ളത്. അതുകൊണ്ടാണ് അവരുടെ പടങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അയ്യോ, മനോരോഗി അല്ലേ, ചികിത്സിക്കാൻ വന്ന എല്ലാവരും സൈക്യാട്രിസ്റ്റ് ആണ്, എല്ലാവരും വൈദ്യന്മാരാണ്. പിന്നെ ആമിർജി ആദ്യമായിട്ട് ഈ പടത്തിനെ കുറിച്ച് ഈ കഥ എനിക്ക് പറഞ്ഞു തരുമ്പോൾ എനിക്ക് പല ചോദ്യങ്ങളുണ്ടായിരുന്നു അങ്ങോട്ട്. എല്ലാ ചോദ്യത്തിനും ഒരു സമാധാനകരമായ ഉത്തരമാണ് എനിക്ക് ആമിർജി തന്നത്. എന്നിട്ടാണ് ഞാൻ ഈ ക്യാരക്ടർ ചെയ്ത് നോക്കാം എന്നാണ് ഞാൻ ഇതിന് സമ്മതിപ്പിച്ചത് പോലും. നന്നായിരുന്നു, വെരി നൈസ് എക്സ്പീരിയൻസ്. ഈ ഇഡി കുടുംബം, ഈ കന്നഡയിൽ ഒരു വാർത്തയുണ്ട്, ഇടി എന്ന് പറയുമ്പോൾ അത് മുഴുവൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇടി കുടുംബം, മുഴുവൻ കുടുംബം കൊള്ളാം. പിന്നെ ഇതിൽ ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, എൻ്റെ കോഫിയിൽ കുറച്ച് എക്സ്ട്രാ ഷുഗർ ഇടണേ, കുറച്ച് എക്സ്ട്രാ പവർഫുൾ ആക്കണേ, എക്സ്ട്രാ കടുപ്പം ഉണ്ടാവണേ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഇത് ഞങ്ങളെല്ലാവരും ഇപ്പോൾ എക്സ്ട്രാ ഡീസൻ്റായി
എക്സ്ട്രാ ഡീസെൻ്റായി. പിന്നെ ഈ സിറ്റിയിൽ കയറി വരുമ്പോൾ തന്നെ ജംബോ എക്സ്ട്രാ സ്പെഷ്യൽ പോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഒരു മഞ്ഞ കളറിൽ വലിയ പോസ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എക്സ്ട്രാ പോസ്റ്റേഴ്സുമായി അങ്ങനെ ഇത് എക്സ്ട്രാ ഹിറ്റ് സിനിമ ആയിരിക്കണം എന്നാണ് എല്ലാവിധം ആശംസകൾ. താങ്ക് യു. അപ്പൊ നമുക്കൊപ്പം ദില്ലയുണ്ട്. ദില്ല ക്യാരക്ടറിനെ കുറിച്ച്. ഞാൻ ഇതില് സുരാജ് ഏട്ടൻ്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടാണ്. അപ്പോൾ സുരാജ് ഏട്ടൻ്റെ എക്സ്ട്രാ ഡീസൻറ്റ് മുഖം മാത്രം കാണാൻ ഭാഗ്യമുള്ള ഒരു ഗേൾ ഫ്രണ്ട് ആയിട്ടാണ് സിനിമയിലുള്ളത്. ബാക്കി സിനിമ കാണുമ്പോൾ മനസ്സിലാവും. എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ സുരാജ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ എക്സ്ട്രാ ആർട്ടിസ്റ്റാണ്. ഞങ്ങൾക്ക് കുറേ പടത്തിലൊക്കെ കണ്ടതാണ്. പക്ഷെ ഇതിലൊരു വേറൊരു ലെവൽ എക്സ്ട്രാ ഡീസൻസിയാണ് കാണിച്ചിരിക്കുന്നത്. അവരുടെ മുമ്പിൽ വെച്ച് അഭിനയിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ അങ്ങനെ കണ്ട് നോക്കിക്കൊണ്ടിരുന്ന് പോകും. അതുവരെ he is an extra unpredictable performer and it is my honor to share the screen with him as his mother. Thank you. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ശ്യാമിനെ തലേ ദിവസം വിളിക്കും എന്നുള്ളത്. സുരാജന്റെ ഈ എക്സ്ട്രാ ഡീസൻസി മാം പറഞ്ഞപ്പോൾ ഓർത്തൊരു കാര്യമാണ്. നമ്മൾ ഷോട്ട് എടുക്കുന്ന സമയത്ത് ആക്ടേഴ്സ് നമ്മളോട് വന്നിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ പിറ്റേ ദിവസം എടുക്കാൻ പോകുന്ന കാര്യം തലേ ദിവസം വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നത് അതെനിക്ക് ഭയങ്കര ഒരു ചില സമയത്ത് വിയേർഡായിട്ട് തോന്നും. നമ്മൾ മറ്റേ എക്സാം എഴുതുന്ന സമയത്ത് വെച്ചാൽ നീ പഠിച്ചിട്ടുണ്ടായിരുന്നോ? അപ്പം നമ്മൾ പറയില്ല ഞാൻ പഠിച്ചില്ല. അപ്പം ക്ലാസ്സിൽ റിസൾട്ട് വരുമ്പം ആ കുട്ടിക്കായിരിക്കും ഫുൾ മാർക്ക്. അങ്ങനത്തെ ഒരു ടീമാണിത്. എല്ലാ ദിവസവും ശ്യാമിനെയും എന്നെയും വിളിച്ചിട്ട് നാളെ എന്താ ചെയ്യാൻ പോണേ നമ്മൾ എല്ലാ ഡീറ്റെയിലും പറഞ്ഞു. സുരാജേട്ടനല്ലേ വിളിക്കുന്നത്, ആക്ടർ കം പ്രൊഡ്യൂസർ കൂടെയാണ്. നമ്മളെല്ലാം അങ്ങ് മനസ്സ് തുറന്ന് പറയും. പിറ്റേ ദിവസം വന്ന് നിന്നിട്ട് നേരെ നമ്മൾ പറഞ്ഞതിന്റെ അപ്പുറമാണ് ചെയ്യണം. നമ്മളവിടെ നിന്നിട്ട് ഇതെന്താ ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്യണേ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലൊരു പെർഫോമൻസ് ആണ് പുള്ളി കാഴ്ചവെക്കുന്നത്. ഇതിന്റെ പോസിറ്റീവ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, പുള്ളി മാം പറഞ്ഞത് 100% കറക്റ്റാണ്. അൺപ്രഡിക്റ്റബിൾ ആണ്. നമ്മൾ പിടിച്ചു നിന്നാലേ നമുക്ക് അവിടെ നിലനിൽപ്പുള്ളൂ എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് പെർഫോമൻസ് ആണ് ബിനു ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് കോട്ട് ഇട്ടത് കൊണ്ട് പറയാൻ എന്നോട് ലിസ്റ്റിൻ ചേട്ടൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ കോട്ടിന് ഓരോന്നിനും 650 വെച്ച് ലിസ്റ്റിൻ ചേട്ടൻ റെന്റ് അടയ്ക്കുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സ്മെല്ലും ഉണ്ട്, ചെറുതായിട്ട് കൈയൊക്കെ ചൊറിഞ്ഞു തുടങ്ങുന്നുമുണ്ട്. ലിസ്റ്റിൻ ചേട്ടൻ സ്വന്തമായിട്ടുള്ള കോട്ടാണ് ഇട്ടിരിക്കുന്നത്. പുള്ളി റെന്റഡ് അല്ല, പുള്ളിയുടെ സ്വന്തമാണത്. ഈ സിനിമയില് ബിനു മാത്രമാണോ ബിനുവിന്റെ കുടുംബവും സൈക്കോ ആണോ? ബിനു മാത്രമാണോ ബിനുവിന്റെ കുടുംബത്തിൽ എല്ലാവരും സൈക്കോ ആണോ? ഇല്ല, ഇത് പരിചയമുള്ളൊരു ശബ്ദം. അല്ല, സൈക്കോ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇതങ്ങനെ ഒരു സൈക്കോ എന്ന പോയിന്റിൽ മാത്രം നിർത്താൻ പറ്റുന്നതല്ല. ഓരോരുത്തരും ഫാമിലിയും അങ്ങനെ എല്ലാവരും സുരാജേട്ടന്റെ ക്യാരക്ടർ ഫ്ലേവറിനകത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് പോസ്റ്ററിലൊക്കെ മഞ്ഞ. നോർമലി നമ്മൾ ഭ്രാന്തുള്ളവർക്ക് മഞ്ഞക്കാട് കൊണ്ട് നടക്കുന്ന ഇത് സിനിമ അവസാനിക്കുമ്പോൾ മഞ്ഞക്കാടാണോ റെഡ് കാർഡാണോ ഗ്രീൻ കാർഡാണോ എന്നുള്ളത് അവസാന കാർഡിൽ എന്തായാലും ഉണ്ട്, സിനിമയുടെ എൻ കാർഡിൽ. കേരളത്തിലെ വലിയ സൈക്കോ ഷമ്മി നമ്മുടെ ഫഹദാണ്. അപ്പം ഫഹദിന്റെ വെല്ലോ സൈക്കോ ബിനു 20-ാം തീയതി നല്ലത്. പക്ഷെ അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് പ്രേക്ഷകരാണ് അത് തീരുമാനിക്കേണ്ടത്. ഏതെങ്കിലും സാമ്യമുണ്ടോ രണ്ടാളും തമ്മിലുള്ള ഏതെങ്കിലും? ഇല്ല, രണ്ടും രണ്ട് ഡിഫറെന്റ് തരത്തിലുള്ള ക്യാരക്ടറിന്റെ ഒരു ആർക്ക് എന്ന് പറയുന്നത് ഷമ്മിയുടേത് എൻ്റെ ഡിഫറെന്റ് ആണ്. നമ്മുടെ ഈ ഒരു സാമ്യമുണ്ട്, ഒരേ ഒരു സാമ്യം. അല്ല, ഇ ഡി എന്നുള്ള പേരിടാൻ കാരണം എക്സ്പീരിയൻസ്ഡ് ഗായ്. അപ്പൊ പിന്നെ ആ പേരിട്ടത് ഇടി എന്ന് പറഞ്ഞാൽ കന്നഡ ഭാഷയിൽ മുഴുവൻ എന്നാണ്. മുഴുവൻ, കംപ്ലീറ്റ്, മുഴുവൻ. അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഫിലിമാണ് ഇടി. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കന്നഡയിൽ ഡബിങ് ചെയ്തു എന്ന് വെച്ചോ. അപ്പോൾ ഇത് എക്സ്ട്രാ ഡീസെന്റ് എന്നുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ പോലും കന്നഡ ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഇതൊരു നല്ല പേരായിരിക്കും. ഇടി, മുഴുവൻ, കംപ്ലീറ്റ് ഫിലിം എന്ന്. കന്നഡ ഇടി ആയിട്ടുള്ള ബന്ധം ഞാൻ ചോദിച്ചില്ല. പക്ഷെ ഇംഗ്ലീഷ് എക്സ്ട്രാ ഡീസെന്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് എന്താണ് എന്താണ്
നീ എന്നെ ഇവിടെ ഇരുന്ന് സിനിമ ജയിക്കാൻ സമ്മതിക്കത്തില്ലല്ലോ, ഏതു നേരം അവിടെ പോയി ഇന്റർവ്യൂ കൊടുക്കേണ്ട സ്ഥിതി വരും. അല്ല അല്ല ജീവിതത്തിലെ ഇഡിയുമായിട്ടുള്ള ഇതിന്റെ ഒരു കണക്ഷൻ ഒത്തിരി ഇടി കയറി അങ്ങനല്ല, ഇത് സിനിമയുടെ ഈടിയാണല്ലോ. അതിനെ ഓർമ്മിപ്പിക്കാനാണ് ഈ കോട്ടൺ സ്യൂട്ട്. ഇത് സിനിമയുടെ ഈടിയാണ്. അതായത് ഇപ്പം നമുക്ക് ചുമ്മാ ഇപ്പം നമ്മൾ എപ്പോഴും ഒരു പേടിയോടെ അല്ലെങ്കിൽ നമുക്ക് ഒരു റെസ്പെക്റ്റോടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാണേണ്ട ഒരു കാര്യമാണ് ഇ ഡി എന്ന് പറഞ്ഞാൽ, നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഇ ഡി എന്ന് പറയുന്നത്. ഇതിപ്പം അതുകൊണ്ടിട്ടാണ് അത് ആ ഇ ഡി ആയിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ ഒരിക്കൽ കൂടെ വീണ്ടും വീണ്ടും ഓർമ്മിക്കുന്ന വിധത്തിലാണ് നമ്മൾ എക്സ്ട്രാ ഡീസന്റ് എന്ന് കാണാം. കാരണം നാളെ അവിടെ നിന്ന് ലെറ്റർ വരാൻ പാടില്ലല്ലോ. നല്ല ഹിറ്റൊക്കെ ആയി കഴിയുമ്പോൾ വരട്ടെ, ഇൻകം ടാക്സോ ഇ ഡിയോ ആർക്ക് വേണേലും വരാലോ. ചേട്ടാ, സുരാജേട്ടൻ ഒരു ടൈറ്റിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത്രയും പേര് പറഞ്ഞതിനകത്ത് എല്ലാവരും പറഞ്ഞ സുരാജേട്ടൻ ഒരു അൺപ്രഡിക്റ്റബിൾ സ്റ്റാർ എന്നല്ല, അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ഞാൻ ദശമൂലം ദാമു, അതാണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് ചിരിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അതാണ്. അപ്പം അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതി വരുവും അങ്ങനെ ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്ത് വരുമൊക്കെ ചെയ്ത് സുരാജ് ചേട്ടൻ ഇങ്ങനെ ഒരു സംഭവം റെഡി ആയിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ ആ ക്യാരക്ടർ ഒരു സിനിമയാക്കി മാറ്റുമ്പോൾ അതിൻ്റെ ഒരു പാർട്ടാവാനായിട്ട് നോക്കും. കാരണം ഞാൻ ഒരുപാട് ചിരിച്ചിട്ടുള്ള ഒരു സിനിമയിലെ ഒരു ക്യാരക്ടറാണ്. ഇതിന്റെ DOP ഇപ്പം പല്ലുവേദനയായിട്ടിരിക്കുകയാണ്. പല്ലൊട്ടിയും അതുപോലെ തന്നെ കൽബും ഒക്കെ ചെയ്ത ഷാരോണിന്റെ 3ാമത്തെ സിനിമയാണ് ഷാരോൺ. അതെ 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 അതെ. ആക്ച്വലി ഇത് എൻ്റെ 3rd ഫിലിമാണ്. അപ്പോൾ 2 ഫിലിമും ഭയങ്കര ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് നമ്മളൊരു എസ്തെറ്റിക് ആണ് ഷൂട്ട് ചെയ്തത്. അപ്പം ഇതും അതുപോലെ തന്നെ ഇപ്പോൾ ഖൽബാണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ഫ്രെയിംസ് ആണ് അതിൽ. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് കഥയ്ക്ക് എന്താണ് ഇത് അങ്ങനെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്, കഥയ്ക്ക് എന്താണ് വേണ്ടത് ആ രീതിയിലുള്ളൊരു ഫ്രെയിമുകളും നന്നായി വന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. കാര്യം ഫീഡ്ബാക്ക് ഉണ്ട്, നല്ല ഫീഡ്ബാക്ക് ഉണ്ട്. ഇല്ല, അത് ആക്ച്വലി അതങ്ങനെ പറഞ്ഞല്ല. നമ്മളിപ്പോൾ ഗിംബിൾ ഓപ്പറേറ്ററിൽ നമുക്ക് വേറെ സ്ഥലത്തായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോൾ ഞാൻ വല്ല റൂമിലൊക്കെ ആയിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവുക, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതൊന്നും സെൻസർ ചെയ്ത് കിട്ടത്തില്ല, ഒളിച്ചിരുന്ന് ഷൂട്ട് ചെയ്യുന്നതൊക്കെ. ഇപ്പോ നീമ്പോളുടെ ഏറ്റവും കൂടുതൽ OTT വെയിറ്റ് ചെയ്യുന്ന ഫിലിമാണ് രാമചന്ദ്ര ബോസൻ. അപ്പോൾ അത് കുറെ ആയി പെൻഡിങ്ങിൽ വരുന്നത്, ഇനി എന്നാണ് വരാൻ ചാൻസ്? ഞാനും അതെ, കുറെ നാളായി വെയിറ്റ് ചെയ്യുന്നു, പോകുന്നില്ലല്ലോ എന്നോർത്ത്. അത് നമുക്ക് വിൽക്കാനായിട്ട് ഈവൻ പറ്റിയില്ല. ബിസിനസ്സിൽ ഉണ്ടല്ലോ ഈ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ടിട്ട് അത് നമുക്ക് നേരത്തെ കൊടുക്കാവുന്ന ഒരു വലിയൊരു എമൗണ്ടിന് കൊടുക്കാവുന്നതായിരുന്നു. അപ്പം അത് നമ്മളിങ്ങനെ നെഗോഷിയേറ്റ് ചെയ്ത് ഇരിക്കുമ്പോൾ അത് സാധിച്ചില്ല. അതാണ്, അതുകൊണ്ടിട്ട് കൊടുക്കാനായിട്ട് ഈവൻ പറ്റിയില്ല. പിന്നെ നമ്മൾ അന്ന് ഒരു വലിയ എമൗണ്ട് പ്രതീക്ഷിച്ചു, അതിനോട് അനുബന്ധിച്ചൊരു വില നമുക്ക് പറഞ്ഞതാണ്. അപ്പോൾ അത് കൊടുത്തില്ല. പിന്നെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സിനിമ അത്രയും റിസൾട്ട് കിട്ടാത്ത സ്ഥിതിക്ക് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ നമുക്ക് വിലയൊട്ടും മാച്ച് ആവാത്തതുകൊണ്ടിട്ട് അതങ്ങനെ നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കും. തീർച്ചയായിട്ടും ഇപ്പം സിനിമയായിട്ട് ബന്ധപ്പെട്ടത് ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ കുറെ ദിവസങ്ങളായിട്ട് സാന്ദ്ര തോമസിന്റെ കുറെ ഇന്റർവ്യൂസ് വരുന്നു. സാന്ദ്ര തോമസ് അതിന് മറുപടി ഒരു ദിവസം പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ ദിവസം ജനകീയ കോടതിയിൽ സാന്ദ്ര തോമസ് പറഞ്ഞത് ലിസ്റ്റിന്റെ പേരുൾപ്പെടെ കാര്യങ്ങൾ വിവാദത്തിലേക്ക് വീണ്ടും വരുന്നു. ഇതൊരു നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഒരു തലപ്പത്ത് ഇരിക്കുന്ന ആളെന്ന നിലയിലാണ് ഇപ്പോൾ ഈ ചോദ്യം ഉന്നയിക്കുന്നത്. മറുപടി പറയുമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, അനുവാദത്തോട് ചോദിക്കും. കഴിഞ്ഞ ദിവസം സാന്ദ്ര പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, സാന്ദ്രയുടെ ഒരു സിനിമ അവിടെ ചർച്ചയ്ക്ക് വന്നപ്പോൾ ആന്റോ ജോസഫ് തട്ടിയെടുത്തു. അതേ പാത തന്നെയാണ് ലിസ്റ്റിന് ഇപ്പോൾ തുടരുന്നത്. ഇതെല്ലാം കണ്ടാണ് ലിസ്റ്റിൽ വന്നത്. അതേ പാതയിലേക്ക് ലിസ്റ്റ് മാറുന്നു തോന്നുന്നുവെന്ന് സാന്ദ്ര തോമസ് ജനകീയ കോടതിയിൽ ഒരു പരാമർശം ഉന്നയിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്, എന്താണ് ഇതിന്റെ സത്യാവസ്ഥ, എന്താണ് ഇങ്ങനെ സാന്ദ്ര പറയുന്നത്? അതായത് എന്താണ് ചോദ്യം? അതായത് ഞാൻ സിനിമ തട്ടിയെടുത്തു ആ പാതയിലേക്ക് ലിസ്റ്റിൽ പോകുന്നു, അത് എന്താണ് ആൾ ഉദ്ദേശിച്ചേക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ആ പാതയിലേക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ ഏതെങ്കിലും സിനിമകൾ എടുത്തുന്നാണോ? അതാണോ? ആ രീതിക്കാണ് ജനകീയ കോടതിയിൽ പറഞ്ഞത്. എന്താണ് അത്തരം ഒരു പരാമർശം, ലിസ്റ്റിനെതിരെയൊക്കെ ഒരു പരാമർശം? ലിസ്റ്റിന് അത് സമൂഹത്തിൽ നിൽക്കുന്ന നല്ലൊരു പ്രൊഡ്യൂസറാണ്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രൊഡ്യൂസർ, ഇഷ്ടംപോലെ സിനിമ ചെയ്യുന്നു, അത്തരം ഒരു ആരോപണം വരികയാണ് ലിസ്റ്റിനെതിരെ. അല്ല,
അല്ല അങ്ങനെയല്ല, ഇപ്പം സാന്ദ്ര എൻ്റെ ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു ആക്ച്വലി. ഇപ്പം ഇന്നലെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എനിക്കിപ്പോൾ ഒരു നുണ പറയാനായിട്ട് ഇപ്പം ഇതിന് പറ്റത്തില്ലല്ലോ. നമുക്കിപ്പോൾ അവിടെ ഒരു അസോസിയേഷനിലുണ്ടായ ഒരു വിഷയത്തെ ഒരു എല്ലാവർക്കും ഇതിലെ സാന്ദ്ര ഈവൻ കേസ് കൊടുത്തപ്പോൾ അതിൻ്റെ അകത്ത് അന്ന് എക്സിക്യൂട്ടീവിലുണ്ടായിരുന്ന എല്ലാവരും പോയി ഇപ്പം ഈവൻ ജാമ്യം എടുക്കും, SIT പോയി അതിന് ആൻസറൊക്കെ ചെയ്യേണ്ടതായിട്ട് ഇപ്പോൾ വന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാവരും അതിനെ എഗനിസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ സാന്ദ്രനെ അതിൻ്റെ അകത്ത് ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതൊരു സംഘടനയാണ്, നമുക്ക് ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പം എൻ്റെ ഇഷ്ട താല്പര്യങ്ങൾക്കനുസരിച്ച് അവിടെ ഒരു നിയമം പാസ്സാക്കാനോ അങ്ങനെ ഈവൻ പറ്റത്തില്ല. കാരണം ഇപ്പം ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ്റെ സംഘടനയുടെ പ്രസിഡൻ്റാണ്, പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ട്രഷററാണ്. അപ്പം എനിക്കിപ്പം എൻ്റെ ഒരു പടം അവിടെ ഒരു ബൈലോ ഉണ്ട് ഓരോ കാര്യങ്ങൾക്കും. അപ്പം താമസിച്ചാണ് നമ്മളൊരു സിനിമയുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതെങ്കിൽ 25,000 രൂപ വരെ ഫൈൻ ചിലപ്പോൾ ഇവനടപ്പിക്കും. അപ്പം നമ്മളതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാനായിട്ടാണ്. അപ്പം ഞാൻ എത്രയോ സിനിമകളിൽ നമ്മൾ ലേറ്റ് ആയിട്ടായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്മൾ 20,000 രൂപയും 25,000 രൂപയൊക്കെ നമ്മൾ ഫൈൻ അടയ്ക്കാറുണ്ട്. എന്നാൽ ഞാൻ അവിടെ ഇരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ആൻഡോ ജോസഫ് അവിടെ ഇരിക്കുന്ന ആളാണ്, ഞങ്ങളുടെ പൈസ കട്ട് ചെയ്തേക്കാം. ഞാനൊരു എക്സാമ്പിൾ ആട്ടോ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെയുള്ള പല പല കാര്യങ്ങളുണ്ട്. അതൊന്നും ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ ചെയ്യാനായിട്ട് ഈവൻ പറ്റത്തില്ല. കാരണം 21 അംഗങ്ങളുണ്ട് എക്സിക്യൂട്ടീവിൽ മൊത്തത്തിൽ. അതിൻ്റെ അകത്തൊരു പ്രസിഡന്റ് ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, ട്രഷറർ ഉണ്ട്, 2 വൈസ് പ്രസിഡന്റുമാരുണ്ട്, 2 ജോയിന്റ് സെക്രട്ടറീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അടങ്ങുന്ന പിന്നെ എക്സിക്യൂട്ടീവ്സിൽ ഇഷ്ടംപോലെ പേരുണ്ട്. അപ്പം ഇങ്ങനെ അടങ്ങുന്ന ഒരു ടീമാണ് അത് ഈ 2 വർഷത്തെ ാണ് ഈ ടീം വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരിക്കലും ഈ സാന്ദ്ര ആരോപിക്കുന്ന ഇപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം ഈ ഉണ്ണികൃഷ്ണൻ സിനിമകൾ കിട്ടുന്ന ഇങ്ങനെ പല പല കാര്യങ്ങൾ ഇപ്പം ഇവൻ പറയുന്നുണ്ട്. ഇതിൽ എത്രത്തോളം ശരിയിലാണ് ഒരാൾ പറയുന്നത്, ഒരാൾ ഇങ്ങനെയെല്ലാം പറഞ്ഞേക്കാം, ആരും ഇതിന് മറുപടി കൊടുക്കുന്നില്ലല്ലോ. ഒരു ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും റിപ്ലൈ ഇപ്പം ഇവനുണ്ടാവും. അടുത്ത 2 ചോദ്യങ്ങൾ നമുക്ക് എക്സ്ട്രാ ഡീസന്റ് പ്രസ് മീറ്റ് അവസാനിപ്പിക്കാം. ആഷിഫ്ക, ശരിക്കും നമ്മുടെ ED എന്ന് പറഞ്ഞ സിനിമ ഇവിടെ നമ്മുടെ ED എന്ന് പറഞ്ഞ സിനിമ ശരിക്കും ഈ സിനിമ എഴുതാനുണ്ടായ ഒരു പ്രചോദനം, അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും വ്യക്തിനെയോ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടാണോ ഈ സിനിമയിലേക്ക് താങ്കൾ എത്തിയത്? ഇതങ്ങനെ ഒന്നും എത്തുന്ന പരിപാടിയല്ലല്ലോ. പിന്നെ ഒരു സമയത്തും ഓരോ തരം സിനിമകളാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സൂക്ഷ്മദർശിനി പോലെയുള്ള സിനിമകൾ അപ്പോൾ ട്രെൻഡിനനുസരിച്ചിട്ട് ചിന്തിക്കുക, അതിനനുസരിച്ചുള്ള സിനിമകൾ തയ്യാറാക്കാനുള്ള ശ്രമം നടത്തുക, അതിനനുസരിച്ചുള്ള കഥാപാത്രങ്ങളെ ചെയ്യാൻ കഴിയുന്ന നടന്മാർ, പ്രൊഡ്യൂസേഴ്സ് അവരെ എടുത്തെത്താനുള്ള ശ്രമം നടത്തുക. അതിൽ ഞങ്ങൾ വിജയിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ആളുകൾക്ക് മുമ്പ് ഞങ്ങൾക്കിപ്പോൾ ഇരിക്കാൻ കഴിയുന്നത് എന്നാണ് വിശ്വാസം. അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരാളെ കണ്ടിട്ട് അയാളെ പോയി ബാക്കപ്പ് പേപ്പറും പെന്നെടുത്ത് പോയിട്ട് എഴുതിയെടുക്കുന്ന പരിപാടിയല്ല ഈ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് സമയത്തിന് അനുയോജ്യമായിട്ട് സിനിമ ചെയ്യാൻ എന്താണോ ആവശ്യം ആ ത്രെഡിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. അതാണ് ED-യിലും സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ പലപ്പോഴും ഈ വലിയ IPL വരുന്ന പടങ്ങളൊക്കെ പരാജയപ്പെടുന്നുണ്ട്. ഇപ്പോൾ അന്യഭാഷ ചിത്രങ്ങളാണ് കൂടുതലായിട്ട് അങ്ങനെ വരുന്നത്. ക്രിസ്ത്യൻ ചേട്ടനാണ് കുറെ പടങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ അങ്ങനെ ചെയ്യുന്നില്ല, എന്താണ് ഇതിന് കാരണം? ഇപ്പോൾ പല സിനിമകളും ഓവർ റേറ്റഡ് ആയിട്ടാണ് പോകുന്നത്. നമ്മളൊക്കെ ഈ വലിയ റിസ്ക് എടുത്തിട്ടാണ് സിനിമകൾ എടുക്കുന്നത്. കാരണം നമ്മളെ വിജയുടെയൊക്കെ കണ്ടിന്യൂസ് 3-4 സിനിമകൾ ഞാൻ തന്നെയാണ് ചെയ്തിരുന്നത്. അപ്പോഴൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു റേറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ മാക്സിമം സിനിമകൾ ഒരു MG രൂപത്തിൽ ഒരു നിശ്ചിത എമൗണ്ട് കൊടുത്തിട്ട് നമ്മൾ വാങ്ങണം. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആൾക്കാരൊക്കെ വന്നിട്ട് ഭയങ്കരമായ ഭീമമായിട്ടുള്ള വില കൊടുത്ത് വാങ്ങും. അതിനോട് നമുക്ക് കോമ്പീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം ഒറ്റ ദിവസത്തെ റിസൾട്ടിന് വേണ്ടിയിട്ടാണല്ലോ ഈ കോമ്പീറ്റ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം നമുക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ റീസെൻ്റ്ലി അങ്ങനെ ഇറങ്ങി വന്ന പല സിനിമകളും വൻ പരാജയമാണ് ആവുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന 1-2 സിനിമകളുടെയൊക്കെ ലോസ് എന്ന് പറയുന്നത് 10-15 കോടി രൂപ ലോസ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു 2 ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിനിമ ഫീൽഡിൽ തന്നെ നിൽക്കാനായിട്ട് ഈവൻ പറ്റൂല. അതുകൊണ്ടിട്ടാണ് നമ്മൾ അതിൽ നിന്നൊന്ന് മാറി നമ്മൾ വിശ്വസിക്കുന്ന കണ്ടന്റുകളിൽ വിശ്വസിക്കുക, കണ്ടന്റ് നല്ലതായിട്ടുള്ള സിനിമകൾ നിർമ്മിക്കുക എന്നുള്ളൊരു ഇതിലേക്ക് വന്നേക്കുന്നത്. പിന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ കിട്ടുന്ന സിനിമകൾ മാത്രം നമ്മൾ ചെയ്യുക. പിന്നെ ഈ ഹൈപ്പ് കൊടുത്ത് വരുന്ന സിനിമകൾക്ക് നമ്മൾ അതുപോലെ എന്താ പറയുക, കണ്ടന്റ് അതിൻ്റെ അകത്ത് ഇല്ലെങ്കിൽ തിയേറ്ററിൽ ഉറങ്ങിപ്പോകും. വെളുപ്പിന് 4 മണിക്കൊക്കെ വെക്കുന്ന ഷോകളിൽ ഭയങ്കരമായിട്ടുള്ള ഉറക്കങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ അത് വെച്ചിട്ടുള്ള റിസൾട്ടാണ് പിന്നീട് വന്നുകൊണ്ടിട്ടിരിക്കുന്നത്. സോ
ഇപ്പം നമ്മളിപ്പോൾ ഈ സിനിമയെ പറ്റി നമ്മളിപ്പോൾ ഇത്രയും ഭയങ്കരമായിട്ടൊക്കെ ഇവൻ പറയുന്നത്, ഞങ്ങൾക്കൊക്കെ പറ്റുന്ന രീതിയിൽ മാക്സിമം പറയുന്നു. ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതിൽ എന്താണ് ഓൺലൈനിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്കൊരു പൂർണ്ണമായ ബോധ്യമുള്ളവരാണ്. കാരണം നമ്മൾ ഈ ഫീൽഡിൽ തന്നെയാണല്ലോ നിൽക്കുന്നത്. സോ സിനിമയ്ക്ക് എന്തെങ്കിലും ഉണ്ട്, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു കരുത്തുറ്റ സംഭവങ്ങളുണ്ടെന്ന് തോന്നുന്നതിനെയാണ് നമ്മൾ കുറച്ചും കൂടെ ഒരു എക്സ്പോസ് ചെയ്ത് നമ്മൾ പറയാറ്. അപ്പം അല്ലാത്തൊരു കാര്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് റിവേഴ്സ് ഗിയറിൽ തിരിച്ചു വരും എന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ട്. സിനിമ ഇനി ഇറങ്ങാനായിട്ടൊരു 3 ദിവസം കൂടെ മാത്രമേ ഉള്ളൂ. ഈ സിനിമ 100% ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇതൊരു മികച്ച നല്ല സിനിമയായിരിക്കും. സക്സസ് എന്ന് പറയുന്ന ഒരു സംഭവം ഏത് രീതിയിൽ എത്രത്തോളം പോയി അതിനെ ടച്ച് ചെയ്യും എന്നുള്ളത് അറിയില്ല. ഇപ്പം 50 കോടിയാണോ 25 കോടിയാണോ 100 കോടി, പക്ഷെ ഇതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയായിരിക്കും. ഞാൻ നിർമ്മിച്ച അല്ലെങ്കിൽ മാജിക് ഫ്രെയിംസിന്റെ ബാനറിലായിക്കോട്ടെ, വിലാസിനി സിനിമാസിന്റെ ബാനറിലായിക്കോട്ടെ, ഞങ്ങൾക്ക് ഒരു അഭിമാനിക്കാവുന്ന സിനിമ. ഇറ്റ്സ് എ ഗുഡ് ഫിലിം എന്ന് എല്ലാവരും പറയുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും എന്നാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാണ്. ഇത് സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന അഭിനേതാവിന്റെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയായിരിക്കും എന്നുള്ളത് ഞാൻ എംബോസിഷൻ എഴുതിയ സ്കൂൾ ടൈമിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, ഇതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും നമുക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന നല്ലൊരു പ്രോമിസ് കൂടിയാണ്. ഇവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അവിടെ ശ്യാമനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും സ്റ്റാറുകൾ തൂക്കുന്നുണ്ട് ഇഷ്ടം കൂടി ക്രിസ്മസിന്. അതിന്റെ കൂടെ ഇഡി വന്ന് നമ്മളെ തൂക്കാതിരുന്നത്, പക്ഷെ നമ്മള് ഇഡിനെ തൂക്കും എന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ടിട്ടാണ് ജനുവരി 10-ാം തീയതി റിലീസിനിരുന്ന സിനിമ പ്രീപോണ്ട് ചെയ്ത് നമ്മൾ ഡിസംബർ 20-ാം തീയതി മറ്റ് സിനിമകൾക്കൊപ്പം മത്സരിച്ച് ഒരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള നോക്കാന്ന് പറയുന്നത് ഇതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കൊരു ആവശ്യമില്ലാത്ത കാര്യമാണ്. ആക്ച്വലി നമുക്ക് തനിയായിട്ട് റിലീസ് ഉള്ളപ്പോൾ നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ഒരു നല്ലൊരു കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് അങ്ങനെ സിംഗിൾ റിലീസ് കിട്ടുന്ന ഡേറ്റ് നോക്കി റിലീസ് ചെയ്യാനായിട്ട് PVN പറ്റും. അല്ലെങ്കിൽ മറ്റ് സിനിമകൾ ഒപ്പം ഉണ്ടെങ്കിൽ അവരോടൊക്കെ പറഞ്ഞ് നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ റിലീസ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ആഴ്ച ചെയ്യാം, നിങ്ങൾ അടുത്ത ആഴ്ച ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഒരു കോമ്പറ്റീഷൻ ഒഴിവാക്കിയൊക്കെ ഞങ്ങൾക്ക് സിനിമകൾ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അതൊക്കെ ഒഴിവാക്കി ഡിസംബറിന് തന്നെ ഇങ്ങനത്തെ ഒരു കൊച്ചു സിനിമയെ 20-ാം തീയതി വന്ന് പ്ലേസ് ചെയ്യാം എന്ന് തീരുമാനിച്ചത് ഈ സിനിമയോടുള്ള 100% വിശ്വാസം കൊണ്ടിട്ട് തന്നെയാണ്. നോക്കാം. ശ്യാമേട്ടാ, അപ്പോൾ ശ്യാമേട്ടൻ അഭിനയിച്ച സിനിമകളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റ്. അതായത് പ്രേമലു സൂപ്പർ ഹിറ്റ്, അമരനാണെങ്കിൽ പ്രേക്ഷകരെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ. അപ്പോൾ ഇനി ബർത്ത്ഡേ കൂടെ വരുന്നതെന്ന് പറഞ്ഞ് അന്ന് നമ്മൾ ED റിലീസ് ചെയ്യുന്നു. എന്താണ് എക്സ്പെക്ടേഷൻ? ഒരു സൂപ്പർ ഹിറ്റ് ആയിരിക്കും അതിനേക്കാളും വലിയൊരു ഹിറ്റ്? ഞാൻ നേരത്തെ പറഞ്ഞ തമാശയാണ്. ഞാൻ അഭിനയിച്ചുകൊണ്ട് സൂപ്പർ ഹിറ്റായ പടമൊന്നുമല്ല, നല്ല സിനിമകളായതുകൊണ്ട് പടങ്ങൾ ഹിറ്റായി അതിൻ്റെ ഭാഗമാകാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ED ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു നല്ല സിനിമയാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് കുറച്ചെങ്കിലും നല്ല സിനിമയാണെങ്കിൽ ആൾക്കാർ അത് ഏറ്റെടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു ചെറിയ സിനിമയായിരിക്കാം, വലിയ സിനിമയായിരിക്കാം, അധികം വലിയ പ്രൊമോഷനൊന്നും ഇല്ലാണ്ട് വന്ന ചില ചെറിയ സിനിമകൾ പോലും അടുത്ത കാലത്ത് ആൾക്കാർ ഭയങ്കരമായിട്ട് പറഞ്ഞ് ഭയങ്കര ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് EDയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ കഥയും പെർഫോമൻസും തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ശബ്ദം മാറി, എനിക്ക് നല്ല ജലദോഷവും പനി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ സിനിമയുടെ ഒരു ഭാഗമാവാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പം ഈ വർഷം തന്നെ പ്രേമലു, അമരൻ, അതിൻ്റെ ഒപ്പം ED പോലൊരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷമുണ്ട്. ആ പടവും ഈ പറഞ്ഞ പോലെ 50 കോടി 100 കോടിയെല്ലാം പോകും ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു നമ്മുടെ പടം വലിയൊരു സക്സസ് ആവണം. അത്ര തന്നെയാണ് നമ്മുടെ ആഗ്രഹം. Thank you very much all of you.